നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അവിടെ ഇരുന്നാൽ മതി കേട്ടോ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ജീവിതത്തിന്റെ ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയാണ്. ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് ഞങ്ങൾ ഓരോരുത്തരും. പലവിധ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈശോയെ. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, മക്കളെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളെ ഓർത്ത് നെടുവേർപ്പെടുമ്പോൾ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ, വഴിയും സത്യവും ജീവനുമായ അങ്ങേ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമേ, എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. പ്രത്യേകമായിട്ട് ഇന്ന് ഈ കുടുംബ നവീകരണ ധ്യാനത്തില് എല്ലാ മക്കളും പങ്കെടുക്കുമ്പോൾ ഈ മക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തില് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സുഖാണോ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയാവാത്തോണ്ടായിരിക്കും ഈ പ്രാവശ്യം ഒന്നും കൂടി എന്നെ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആണോ? അല്ലേ? നല്ല തള്ള കേട്ടോ. ഒത്തിരി സ്നേഹത്തോടു കൂടെ ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് മിഥുൻ ചോദിക്കുക, അച്ഛൻ ഈ പള്ളി ഓർമ്മയുണ്ടോ? ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പള്ളികളിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പിടുത്തം കിട്ടുന്നുണ്ട്. ഈ ഷർട്ട് ഞാൻ മറക്കില്ല കേട്ടോ. ഞാനിങ്ങനെ നടന്നൊക്കെ പ്രസംഗിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. മിഥുനാണ് എന്നെ വിളിച്ചത്. ഒത്തിരി സ്നേഹത്തോട് ആ മകനെ ഓർക്കുന്നു. അവൻ ഇച്ചിരി ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല കാര്യം. കാരണം ഈ ദിവസങ്ങളിലായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ഈ നോമ്പുകാലായതുകൊണ്ട് ഒത്തിരി പള്ളികളിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കും. ഇനി നാളെ ഞാൻ തിരുവനന്തപുരം പോകും. ഇന്നലെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പൊയ്യ എന്ന പള്ളിയിലെ ധ്യാനം തീർന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നു. നീ അടുത്ത ആഴ്ച ഈ ആഴ്ച തിരുവനന്തപുരമാണ്. അടുത്തതിന്റെ ആഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ ആദ്യത്തെ വീക്ക് ഞാൻ ഖത്തറിൽ പോകും. അങ്ങനെ കണ്ടിന്യൂസ് ധ്യാനമാണ് ഇപ്പോ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാണെന്ന് മാത്രം മനസ്സിലാക്കുന്നു. എല്ലാം ദൈവം തരുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം മാത്രം. ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഈ വർഗീസ് അച്ഛനെ ഓർക്കുകയാണ്. അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ മുഖമൊക്കെ ഇപ്പൊ ഇന്ന് മനസ്സിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ വർഷം കണ്ടതാണ്. ഈ വർഷം കണ്ടപ്പോഴും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. വളരെ ഗംഭീരമായ പ്രസംഗം നടത്തുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഇടവകയിലേക്ക് വരുമ്പോൾ ചെറിയൊരു പേടി എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലാംഗ്വേജുകളൊക്കെ ഭയങ്കര വ്യത്യാസമായത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾ എന്നെ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 4-5 ദിവസം ധ്യാനല്ലേ, കൺവെൻഷനല്ലേ അല്ലേ? ഒരു ഹല്ലേലൂയ പറയണം നല്ലതല്ലേ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലും പറയണം കേട്ടോ. അത് വലുതാരം ഉയർത്തി പിടിച്ചേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഈശോയെ ഒറ്റ വിളി വിളിച്ചേ. ഒന്നുകൂടി. 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 കൈതാധികം. നിങ്ങൾ നല്ല മനുഷ്യരാ കേട്ടോ. എനിക്കറിയാം നിങ്ങൾ നല്ല മനുഷ്യനാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു കേട്ടോ.
നമ്മളിന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുക കുടുംബജീവിതത്തെ കുറിച്ചാണ്. കുടുംബജീവിതത്തെ കുറിച്ചാണ്. ഇത് കുടുംബജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണോ നിങ്ങള്? ആണോ? ആണോ? ഞാൻ കുറച്ച് 2 ആഴ്ച മുമ്പാണ് നമ്മുടെ മുളന്തുരുത്തി പള്ളിയിലെ ഒരു കുടുംബ നവീകരണ ധ്യാനം ഉണ്ടായിരുന്നു. ഞാനായിരുന്നു പോയേ. ഇത് നിറച്ച ആൾക്കാരാണ്. കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നു, ഈ വർഷവും അവരെ വിളിച്ചിരുന്നു. ഈ മുളന്തുരുത്തി പള്ളിയിലെ ഈ കുടുംബത്തിന് വേണ്ടി ഒരു ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി വിളിച്ചിരുന്നു. ഞാൻ പോയി. ഞാൻ അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒത്തിരി ആൾക്കാർ വന്ന കൈ കുടുംബ നവീകരണ കോൺഫറൻസിലും കൺവെൻഷനിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നത്തെ കുടുംബജീവിതം വളരെ സന്തോഷമുള്ളതാണോ? ആണോ? ആണോ? മിണ്ടില്ല. ഉത്തരം പറ. വളരെ ഈസിയാണോ ജീവിക്കാൻ? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ കൃത്യമായിട്ട് ഉത്തരം വരും. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ മതി എന്നുള്ളവര് എത്ര പേരുണ്ട്? ആ കൈവക്കണ്ട, ആകെ പ്രശ്നമാവും. നീ വീട്ടിൽ ചെല്ലുമ്പോ ആകെ പ്രശ്നമാവും. ചില പൊക്കാത്തങ്ങൾ ഉണ്ടാവും. അപ്പൊ നോട്ടങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. ചില എണ്ണ നോട്ട് ഇപ്പുറത്തേക്ക്, ഇപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്ക്. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ഒന്നും കൂടി അച്ഛൻ ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടാണ് ചോദ്യം. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളിനെ തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? കൈവക്കണ്ട, കൈവക്കണ്ട. എന്റെ ചോദ്യങ്ങൾക്ക് കൈവക്കണ്ട. ഞാൻ പൊക്കാണെങ്കിൽ പറയാം. ഈ സ്ത്രീനെ മതിയാ? മതിയാ? ഞാൻ വിശ്വസിച്ചു. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുക, വളരെ ബഹുമാനത്തോടു കൂടെ ചോദിക്കുക, അനങ്ങരുത് കേട്ടോ. ഇങ്ങനെ ഇരുന്നോളാം. അവര് പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ പൊക്കിയ പ്രശ്ന. അതുകൊണ്ട് ഞാൻ പറയാൻ പോണേ, അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ പുരുഷന്മാര് തന്നെ, എന്റെ ഭർത്താവ് തന്നെ അടുത്ത ജീവിതത്തിൽ വെറുതെ ഗസ് ചെയ്യും എനിക്ക് മതി എന്നുള്ള എത്ര പേരുണ്ട്? ആനങ്ങണ്ടെന്ന് നോക്കി പറഞ്ഞോ, ഇതെന്നെ മതിയാ? ഊടവേ ഒക്കെ വിശ്വസിച്ചു കേട്ടാ. ഈ മക്കള് ഇതുപോലെ തന്നെ മതിയാ? ഇതുപോലെ തന്നെ ഈ മക്കള് തന്നെ അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ മതിയാ? ഈ പിള്ളേരോട് ചോദിച്ചാൽ മതി. മക്കളെ, നിങ്ങൾ ആദ്യത്തെ റോയിലിരിക്കുന്നവരുടെ ചോദ്യം, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ പറയാറില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ കണ്ടുപിടിക്കണോന്ന്? അനങ്ങണ്ടോ നോക്കിയ മിണ്ടില്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷമുള്ളതാണോ? ആണോ? ആണോ? അല്ല, വളരെ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ പൊയ്യ എന്ന ഇരിഞ്ഞാലക്കുട രൂപതയാണ്. ഇരിഞ്ഞാലക്കുട അടുത്തുള്ള സ്ഥലമാണ് ഈ പൊയ്യ എന്ന് പറയുന്നത്. പൊയ്യയിലെ ധ്യാനം നടത്തുകൊണ്ടിരിക്കുന്ന ഇടയില് ഞാനിങ്ങനെ കുട്ടികളോട് വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയോട് ഞാൻ വെറുതെ ചോദിച്ചു, മോളെ വീട്ടിൽ എത്ര പേരുണ്ട്? എടുത്ത വഴിക്ക് ഈ കൊച്ചു പറഞ്ഞു, അച്ഛാ വീട്ടില് 4 പേരുള്ളെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് ഈ വീട്ടിലുള്ളേ? ഞാൻ വെറുതെ കൊച്ചിനെ കൊണ്ട് പിടിക്കാൻ വേണ്ടി വെറുതെ തമാശക്ക് ചോദിച്ചൊരു ചോദ്യ. പക്ഷെ അത് പോയി അവസാനിച്ചതൊരു സങ്കടത്തിലാ. അവളെന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ വീട്ടില് 4 പേരുണ്ട്. ഞാൻ ചോദിച്ചു, ആരൊക്കെയാ? അവള് പറഞ്ഞു ഉത്തരം എങ്ങനെയാ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അപ്പച്ചൻ, അപ്പൻ, ഞാൻ. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ കൊച്ചിന്റെ അമ്മ എന്തേ? കുഞ്ഞു കൊച്ചാ. ഞാൻ ചോദിച്ചു, 1-ലോ 2-ലോ അവള് പഠിക്കണേ. ഞാൻ ചോദിച്ചു, കൊച്ചെ നിന്റെ അമ്മ എന്തേ? മിണ്ടുള്ളാട്ടോ. ഞാൻ ചോദിച്ചു, വീട്ടിലില്ലേ? അവള് പറഞ്ഞു ഇല്ല. ഞാൻ ചോദിച്ചു, വിദേശത്താണോ? അവള് പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു, വിദേശത്തുള്ള അമ്മേനെ ഇതുവരെ നീ കൂട്ടിയിട്ടില്ലേ വീട്ടിലെ? അവള് പറഞ്ഞു ഇല്ല, കൂട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്തേ? അവള് പറഞ്ഞു ഉത്തരവൊന്നും മിണ്ടാണ്ടിക്ക. ഞാൻ ചോദിച്ചു, എന്റെ വീട്ടിൽ കൂട്ടാത്ത? ഇപ്പൊ എല്ലാവരും എന്നെ നോക്കിയിട്ട് ശുശ്രൂഷണൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ വിചാരിച്ച് തമാശ ചെയ്തുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നതുകൊണ്ടൊക്കെ ചിരിക്കായിരിക്കും. ഞാൻ ഈ ധ്യാനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ സങ്കീർത്തനിലേക്ക് എന്റെ പള്ളിയുടെ സൈഡിലേക്ക് വന്ന നേരത്ത് വിചാരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിനുവച്ച ആ കൊച്ചിന്റെ അമ്മ ആ കൊച്ചിനെയും ഭർത്താവിനെ ഇട്ടേച്ച് പോയതാ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ എന്നിട്ട് എന്തെങ്കിലും ചെയ്തു. ഞാൻ അവര് പിന്നെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ പറയുന്നത്? അച്ഛാ ആ കൊച്ചു ജനിച്ചു വീണ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അമ്മ അതിനിട്ടേച്ചു പോയി. മാൾട്ടയിലായിരുന്നു അവൾ ജോലി ചെയ്തോണ്ടിരുന്നേ. അവിടെ കണ്ട ഒരു പുരുഷനുമായിട്ട് അവൾ ഇറങ്ങിപ്പോയി. ഇന്ന് ഈ കൊച്ചും ഈ ഭർത്താവ് ഇവിടെ തന്നെ ജീവിക്കുക. വല്ലാത്തൊരു നൊമ്പരച്ചാ വീട്ടില്. ആ ഭർത്താവാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ, പള്ളി വരുന്നൊരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ എന്തും പറ്റിയെന്ന് അറിയാൻ പാടില്ല അച്ഛാ. വല്ലാത്തൊരു സങ്കടത്തിന്റെ നടുവിലച്ഛ. അച്ഛനോടാണ് ഞങ്ങളെല്ലാവരും ശൂ എന്ന് പറഞ്ഞേ. ഞാൻ വിചാരിച്ചു അച്ഛൻ ഞാൻ തമാശ പറഞ്ഞ. ഞാൻ ഇന്നലെ രാത്രി എന്നിട്ട് ഈ അപ്പനെയും ഈ കൊച്ചിനെയും വിളിച്ചു. അവരെന്നെ കാണാൻ വന്നു. എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമായോ, വിഷമായോ?
അപ്പൊ അവനോട് പറഞ്ഞു, അച്ഛൻ അറിയാണ്ട് പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ, വിഷമമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം പറ്റിയേ? അറിയില്ല അച്ഛാ. ഒത്തിരി സങ്കടത്തിലൂടെ ജീവിക്കുന്ന ഒരു ഭർത്താവ്, ഒത്തിരി സങ്കടത്തിലൂടെ ജീവിക്കുന്ന ഒരു മകള്, അവൾക്ക് അമ്മയെ ആരെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഒരു ചെറിയ പ്രായത്തില്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെയൊക്കെ കുടുംബജീവിതം വളരെ സന്തോഷമുള്ളതാണോ? ആണോ? പലതും ഡിവോഴ്സിന്റെ വക്കിലെത്തി. ഇന്ന് പണ്ടത്തെ കാലത്തിന് അത്രയും ഡിവോഴ്സ് ഇന്നുണ്ടോ? ഇന്നൊന്ന് ഓർത്ത് നോക്കിയേ, പണ്ടത്തെ കാലത്താണ് ഡിവോഴ്സ്, ഇന്നത്തെ കാലത്താണ് ഡിവോഴ്സ് കൂടുതല്. ഇന്നത്തെ കാലത്താ ജീവിക്കാൻ പറ്റണില്ല, മടുത്തു, സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ല. എന്താ പറ്റിയേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ പറ്റിയേ നമ്മുടെ കുടുംബത്തിന്? എന്തേ ഇത്രയും പ്രശ്നങ്ങള്? പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മനസ്സുകൾ തമ്മിൽ ഒരു അടുപ്പമില്ല. ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണേ. എന്റെ അടുത്ത് എന്തോരം കൗൺസിലിങ്ങിന് വന്നേന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് വന്നു. അച്ഛാ, കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി അച്ഛാ, ഇതുവരെ എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തിയെ? 26 വർഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന്. സ്വന്തം ജീവിത പങ്കാളിയോട് ക്ഷമിക്കാത്തവരുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചു എന്നറിയാൻ പാടില്ല, എങ്കിലും ഈ വർഷം ഒരു ചോദ്യം ചോദിക്കാം. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവക്ക്. 2, 3, ഇതിന് കൈ പൊക്കാട്ട. 5 പേരെ പോണുള്ളൂ. കുറിഞ്ഞിപ്പള്ളിയിൽ 5 പേരെ പോണുള്ളൂ. ഞാൻ കാര്യമായിട്ട് വെച്ച് 5 പേരെ പോണുള്ളൂ. ബാക്കിയുള്ളവരൊന്നും പോണില്ലേ? ഉറപ്പില്ലേ? ഞാൻ താഴേക്ക് വന്നോ? അതായിരിക്കും കുറച്ചും കൂടി നല്ലതല്ലേ? ഞാൻ താഴേക്ക് വരാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം താഴെ നിന്ന് പ്രസംഗിക്കാൻ. പിന്നെ തുടക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ മൈൻഡ് ചെയ്തിരുന്നത്. ഞാൻ താഴെ വന്നാലേ നിങ്ങൾ ശരിയാവുള്ളൂ. ഇനി ചോദ്യം ചോദിക്കാം. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർക്ക് കൈവക്കെ. ഇപ്പൊ എണ്ണം പൊന്നിയുണ്ട്, ഇപ്പൊ എണ്ണം കൂടി. ഗായക സംഘമൊക്കെ പോവോ? നിങ്ങളുടെ പാട്ട് കേട്ട് വെക്കാറും പോകും. അല്ല, നിങ്ങൾ സൂപ്പർ പാട്ടാട്ടോ. ഞാൻ തമാശ പറഞ്ഞാ, പക്ഷെ നല്ല പാട്ടാട്ടോ, നിങ്ങളുടെ നല്ല കൊയറാട്ടോ. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, ഒരു പാട്ടൊക്കെ കേട്ടുള്ളെങ്കിലും അസല് കൊയറ്. ഈ വരുന്ന ദിവസങ്ങളൊക്കെ എന്തായിരിക്കും അല്ലേ? ഓ, എന്തെങ്കിലും ആവട്ടെ, അതിനധികം നിങ്ങൾ ചിന്തിച്ചു നോക്കേ. 1ാം ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോ കുട്ടികളെ വട്ടിരുത്തി ടീച്ചർമാര് പഠിപ്പിക്കും. എവിടെ പോകണം? എവിടെ പോണം? സ്വർഗത്തിൽ പോണം. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയി ധ്യാനിപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ ചോദ്യം കുട്ടികളോട് ചോദിച്ചു, മക്കളെ 1ാം ക്ലാസ്സിൽ വട്ടിരുത്തി ടീച്ചർമാരെ എങ്ങോട്ട് പോകാനാ പഠിപ്പിച്ചേ? ഒരുത്തിന് എഴുന്നേറ്റ് പറയാ, വാഷ്റൂമിൽ പോകാനാ പഠിപ്പിച്ചേന്ന്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഉത്തരം കേട്ടോ, വാഷ്റൂമിൽ പോകാൻ. ചിലപ്പോ കുട്ടികളെ പഠിപ്പിച്ച ആദ്യത്തെ കാര്യം അതായിരിക്കും, എങ്കിലാവട്ടെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 1ാം ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോ നമ്മളെ പഠിപ്പിച്ച കാര്യ സ്വർഗത്തിൽ പോണം മക്കളെ. 1ാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ നിങ്ങൾ പഠിപ്പിച്ചു? എത്രാം ക്ലാസ് വരെ ഉണ്ട്? അമ്മച്ചി എത്ര പേര് പഠിച്ചിട്ടുണ്ട്? വേണ്ട, പോട്ടെ. പിള്ളേരുടെ എവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ട്? 12ാം ക്ലാസ് വരെ ഉണ്ട്. 12 വർഷം പഠിപ്പിച്ചു. എവിടെ പോകാനാ? ഒന്നും പറയണവേ. സ്വർഗത്തിൽ പോകാൻ 12 വർഷം പഠിപ്പിച്ചു. സ്വർഗത്തിൽ പോകാനുള്ള വഴിയാ. നീ അതൊന്നും കൂടാണ്ട് നിങ്ങൾ ഓർത്തോർക്കൊക്കെ എത്ര ധ്യാനം കൂടുന്നവരെ നിങ്ങള്? ഒരു വർഷത്തിൽ എത്ര ധ്യാനമുണ്ട്? ഈ ഒരു ധ്യാനം, ഈ ധ്യാനത്തിന്റെ പേരുന്നുട്ടാ ഗണേശരത്ത് കേട്ടോ, ഒരു ധ്യാനം. ഇനി ഏതെങ്കിലും ധ്യാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ വന്നത് ഈ ഓർമ്മയുള്ളൂ, ഗണേശരത്ത്. പിന്നെ എന്തെങ്കിലും കുരിശോലികളുണ്ട്, കുടുംബ യൂണിറ്റുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുടുംബ യൂണിറ്റ് മീറ്റിംഗുകൾ നടത്തപ്പെടുന്നുണ്ടല്ലോ, ഓരോ മീറ്റിംഗിലും ഓരോ സന്ദേശങ്ങള്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു വർഷത്തിൽ ഒരു ധ്യാനം, കുടുംബ യൂണിറ്റ് മീറ്റിംഗിൽ ഒരു ടോക്ക്. ഇനി അതൊന്നും കൂടാണ്ട് എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും ഒരു ടോക്ക്. ഇത്രയും ടോക്ക് കേട്ടിട്ട് നിങ്ങൾ പറയാ എവിടെ പോകില്ലെന്ന്? എവിടെ പോകില്ലെന്ന്? സംശയം ഞാൻ തീർത്തരാം. എവിടെ പോകില്ലെന്ന്? സ്വർഗത്തിൽ പോകില്ലെന്ന്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, നാണുണ്ടോ? നാണം. അപ്പൊ ഒരു ചേട്ടൻ കൈ ഇങ്ങനെ എന്തെങ്കിലും അടിക്കണ്ടു ഇല്ലാന്നായിരിക്കും, കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി പച്ച മലയാളത്തിൽ ചോദിച്ചോട്ടെ, ലേശം ഉളുപ്പ്, ലേശം ഉളുപ്പ് ആ പുള്ളി പിന്നെയും കാണിക്കേണ്ടിയില്ലാന്ന്. അപ്പൊ ഒക്കെ കറക്റ്റായി. നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്. നമ്മുടെ ജീവിതത്തിന് നമുക്കറിയാം, നമ്മളിപ്പോ കൈ പിടിച്ചിരിക്കണതേ സഹോദരി. അപ്പൊ
ഈ പുസ്തകം എന്തെന്ന് നമുക്കറിയാം, ഇതെങ്ങനെ ജീവിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ ജീവിക്കോ? 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 പോടവേ. ഇത്രയും നാള് ജീവിച്ചിട്ട് പലതും പറയാൻ പോണില്ലെന്ന്. പലതും CC അടഞ്ഞ് തീരാറായി, കുഴിയിൽ വയ്ക്കാൻ പ്രായമായി, എന്നിട്ടും പറയാൻ പോണില്ലെന്ന്. ചങ്ങത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ പോകുന്ന? ആകെ 6 ഒക്കെ. വിഷമായോ? വിഷമിക്കണം, അതിന് വേണ്ടി പറഞ്ഞതാ. ഇനി ആത്മാർത്ഥോട് ചോദിച്ചിട്ടെ, ആഗ്രഹങ്ങൾ ഒരു കൈ നോക്കിയ സ്വർഗത്തിൽ പോകാൻ? രണ്ടിലും പെടാത്ത ഐറ്റങ്ങൾ ഉണ്ടോ? കൈവക്കെ, കൈവക്കെ. ആഗ്രഹങ്ങൾ ഒരു കൈവക്കെ. ഈ പൊക്കാത്തങ്ങളൊക്കെ എവിടെ പോണേ? നീ ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നാ മതി, ഇപ്പൊ കിട്ടൂട്ടാ നിങ്ങൾക്ക്. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കി. നമുക്കറിയാനേ ഈ പുസ്തകം അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന്, നമുക്കറിയാനേ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. പക്ഷെ ജീവിക്കോ? നമ്മൾ ഈ പ്രസംഗം കേട്ട് ഗണേശരത് കൺവെൻഷൻ അതായിക്കോട്ടെ, കേട്ടേക്കാം. 4-5 ദിവസം ഓരോ അച്ഛന്മാര് വന്ന് എന്തോ പ്രസംഗിച്ചു, കേട്ടു. എന്തെങ്കിലും കേറണ്ടോ? എന്തെങ്കിലും തലയിൽ കേറണ്ടോ? ഉണ്ടാറുണ്ട്. ഇങ്ങനെ ഇരുന്ന് കൺവെൻഷൻ കേൾക്കാൻ മാത്രം നമ്മെ കൊണ്ട് കൊള്ളാം, നമ്മെ കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ നമ്മുടെ ജീവിതത്തിന്? എന്തെങ്കിലും തല കയറണോ? കർത്താവ് പറയാം, മക്കളെ ക്ഷമിക്ക്. ക്ഷമിക്കാൻ പറ്റുമോ? 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 വാ, എത്ര പേര് ക്ഷമിച്ചിട്ടുണ്ട് ജീവിതത്തില്? ക്ഷമിച്ചാല് ചേച്ചിയാ? ചേച്ചി എഴുന്നേറ്റ്. ചേച്ചി എങ്ങനെ ജീവിച്ചു പോണേന്ന് അപ്പൊ ഇനിയൊന്നും പറയണേ, വീട്ടിലെ കാര്യം മനസ്സിലായി. ക്ഷമിച്ചിട്ട് ജീവിച്ചു പോണേന്ന്. ചിലപ്പോ ചേച്ചി പറഞ്ഞത് ശരിയായിരിക്കും, ക്ഷമിക്കാതെ പറ്റില്ലായിരിക്കും അല്ലേ? ചേച്ചി വിശുദ്ധിയാണ്. ചേച്ചിനെ പോലല്ല ഇവിടെ. ചേച്ചിയുടെ പേരെന്നാ? മോളി ചേച്ചിയാ? എന്റെ കർത്താവേ, നിങ്ങളൊന്ന് ചിന്തിച്ചോക്കേ. നമുക്ക് പലർക്കും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് പലർക്കും വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് പലർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, നമുക്ക് പലർക്കും പലതും 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 ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? വചനം കേൾക്കും, സത്യവേദ പുസ്തകം കൈപിടിക്കും, ബൈബിളൊക്കെ കൈപിടിച്ചും നടപ്പാ, വചനങ്ങൾ എഴുതിയെടുക്ക, ഒക്കെ ഉണ്ടതേ. ഇത് തലേ കയറിയില്ലെങ്കിൽ പിന്നെ എന്തിനത്? കർത്താവ് പറഞ്ഞു വെച്ചൊരു വചനമുണ്ട്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അർത്ഥമാണെന്ന്. നിങ്ങളിങ്ങനെ പിടിച്ചു നടന്നാലിയാ? നിങ്ങനെ പിടിച്ചു നടന്നാലിയാ? ഇത് നടന്നാലിയാ? ഉത്തരം പറ. ഓരാ. ഇത് തല കയറിയാലേ ജീവിക്കാൻ പറ്റൂ. തല കയറോ? ഇല്ല. എത്ര കൺവെൻഷൻ വേണമെങ്കിലും പങ്കെടുക്കും. അച്ഛൻ പറഞ്ഞോ കേട്ടോളാം. ഇടിരിക്കുന്ന ചിലരെ അറിയാം. പറ പറ കേക്കട്ടെ, പറ. ഈ പറയുള്ളൂ, ഒന്നും തല കയറില്ല. എനിക്ക് എന്താ നിങ്ങൾ പറയാൻ അറിയോ? നിങ്ങൾക്ക് അറിയാതെ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയാതെ ആ പുസ്തകത്തിലെ, സത്യവേദ പുസ്തകത്തിലെ, ബൈബിളിലെ എല്ലാ വചനങ്ങളും കുറെ അറിയാവുന്നവരെ നിങ്ങൾക്ക്. വചനങ്ങളിലെ ആഴറിയാഞ്ഞിട്ടല്ല, പക്ഷെ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നെ കുടുംബജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിയേ. എന്താ പറ്റിയേ? എന്താ നമ്മുടെ കുടുംബം ഇങ്ങനെ? എന്തോരം പ്രശ്ന, എന്തോരം പ്രശ്ന, എന്തോരം തടസ്സങ്ങളാ, എന്തോരം വേദനയാ. കഴിഞ്ഞ ദിവസം ഒരു ചെക്കൻ വന്നേക്കാ, 10 മണിയായി എന്റെ മുറിയില്, രാത്രിയായി. ഞാൻ പറഞ്ഞ വീട്ടിൽ പോണില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂട്ടാ. അവൻ പറയാ, ഞാൻ പോണില്ല, മടുത്ത് മടുത്ത്. എന്തിനാ പോയിട്ട്? ഒച്ചപ്പാടും ബഹളവും. 2 പാത്രത്തിൽ ഭക്ഷണം വെക്കുന്ന കുടുംബങ്ങളുണ്ട്, ഇല്ലേ? എനിക്കറിയാം. കുറിഞ്ഞിയിലില്ലെന്ന് എനിക്കറിയാം. കുറിഞ്ഞിയിൽ അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവില്ല. കുറിഞ്ഞി വിശുദ്ധരുടെ നാടല്ലേ. കുറിഞ്ഞിയില് ഭയങ്കര സ്നേഹവും സഹകരണവും ഒരുമയും. ഓ, അമ്മായിമ്മയുടെ മരുമോളുടെ സ്നേഹമൊക്കെ കാണണം. പറയില്ല അമ്മായിമ്മയാന്ന്, അമ്മാന്ന് വിളിക്കുള്ളൂ അല്ലേ? വാ, വിശ്വസിച്ചു. പലതരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ കുടുംബത്തിന് എന്താ പറ്റിയേ? എന്താ നമ്മുടെ കുടുംബം ഇത്ര പ്രശ്നത്തിലേക്ക് പോയേ?
പണ്ട് 8ഉം 10ഉം മക്കളുണ്ടായി ഇല്ലേ? അമ്മച്ചിക്ക് എത്ര മക്കളുണ്ടായി? 5 പേര്. ഉണ്ടായുള്ളൂ 2 പേര്. 8 മക്കളുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? 8 മക്കള്. അതിൽ കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ കുറിഞ്ഞിലൊക്കെ ഇതൊന്നും ഇല്ലേ? ഞങ്ങളുടെ നാട്ടില് 8ഉം 10ഉം 14 മക്കളുള്ള അമ്മച്ചിട്ടുണ്ട് എന്റെ അയൽവക്കത്ത്. 14 മക്കള്. ഓരോന്നും ഓരോ വർഷമായിരിക്കും. എന്താവട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 6 മക്കള്, 5 മക്കള്. ഇതാണ് ഹൈസ്റ്റ് അടിച്ചിരിക്കുന്ന സാധനം. 5 മക്കള്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. 4 മക്കള്. പിന്നിലൊരു ചേട്ടൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ ചേച്ചി നോക്കിയിട്ടില്ലേ? 4 മക്കള്, 3 മക്കള്, 2 മക്കള്. ഇവിടെ പിള്ളേരൊന്നും ഇല്ലേ? 1. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്റെ ഭർത്താവ് കാത്ത് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. 5 മക്കളുണ്ടായോ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നത്? അമ്മച്ചിന്ന് വാ, ബാഗൊക്കെ അവിടെ വെച്ചോ. സുന്ദരിയാണ് കേട്ടോ. വാ. 2 അച്ഛന്മാരുടെ അമ്മയാണോ? 5 ഉണ്ടായത് വിട്ടതാ. 2 വിടില്ലായിരുന്നു. ഇവിടെ തിരിഞ്ഞേ. സുന്ദരിയാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ എന്തായിരുന്നു ഭർത്താവേ? അപ്പൊ പോട്ടെ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചു വെച്ചേക്കാം. 5 പേരുടെ അമ്മയിരിക്കണേ കേട്ടോ. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു നല്ല കാര്യം കൊടുത്തേ. ഞാൻ എന്താ പറയുകയോ, മക്കളുണ്ടാകട്ടെ വീട്ടില്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മച്ചിയെ, ഈ 5 മക്കളെ, ഈ മക്കളുടെ മക്കൾക്ക് കൊച്ചങ്ങളുണ്ടോ? എത്ര ഉണ്ട്? എന്റെ മക്കൾക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ഓക്കെ. മക്കളുടെ മക്കൾക്ക് എത്ര മക്കളുണ്ട്? മക്കളുടെ മക്കള് കല്യാണം ആയിട്ടില്ല. എന്റെ മക്കൾക്ക് മക്കളുടെ പേര് പറഞ്ഞു. 5 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞു. വീട്ടിലുള്ള ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞു. ഷൈന. ഷൈന ആണോ പെണ്ണാണോ? പെണ്ണ്. എല്ലാം പെൺപിള്ളേരാ. അപ്പൊ 2 കുട്ടികൾ അച്ഛനാ പോയി മരുമക്കളാണ്. ചേച്ചി കൊള്ളാല്ല. ഞാൻ വിചാരിച്ചു മക്കളൊക്കെ അച്ഛനാക്കാൻ പറ്റുന്ന ഇപ്പം പിള്ളേരൊക്കെ പോയിരുന്നത്. 5 പിള്ളേരെ കിട്ടിയതിനൊക്കെ അച്ഛനെ വിട്ട് കിട്ടിയ ചേച്ചി സൂപ്പറാട്ടോ. അന്ന് പോട്ടെ. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. നീ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഷൈനയുടെ കൂടെയാണോ ജീവിക്കുന്നത്? ഓക്കെ. ഷൈനയ്ക്ക് മക്കളുണ്ടോ? എത്ര ഉണ്ട്? 2 പേര്. പറഞ്ഞാ കേക്കോ? അനുസരിക്കും. ഈ 5 മക്കളെ നോക്കാനായിരുന്നു എളുപ്പം, ഈ 2 മക്കളെ നോക്കാനായിരുന്നു എളുപ്പം? 5 മക്കളെ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. മതി, അത്രയും കേട്ടാ മതി. ഇനി കൂടുതൽ പറയണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 5 മക്കളെ നോക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്റെ അയൽവക്കത്ത് ഒരു 4 മക്കളുള്ള കുടുംബമുണ്ട്. 4 മക്കള്. മൂത്തവള് പെങ്കൊച്ച, ബാക്കി 3 ആൺകുട്ടികളാ. ഞാൻ എന്നും ആ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ 4 നോക്കണോ? എന്റെ അച്ഛൻ ഒരു ബുദ്ധിമുട്ടില്ല. മൂത്ത പെങ്കൊച്ച് 3 നോക്കിക്കോളും. അപ്പൊ നിങ്ങൾ പറയാ എന്റെ അച്ഛാ ഇതുങ്ങളെ പഠിപ്പിക്കണ്ടേ? നമ്മുടെ പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, വായ തന്ന തമ്പനാനറിയാം ഈര തരാനും. തന്ന തമ്പനാനറിയാം നോക്കാനും. ഞാൻ പറയുന്നത് നമുക്ക് മക്കളുണ്ടാവട്ടെ. ഇന്ന് 4-5 മക്കളുള്ളവരൊക്കെ വളരെ കുറവാ. 3 മക്കളുള്ളൂ, വളരെ കഷ്ടിച്ച. 2 ഉള്ളൂ, 1 ഉള്ളൂ. ഈ 1ന്റെ കുഴപ്പമെന്നറിയോ? ഞാൻ പറയുന്നൊരു കാര്യം, ഈ 1ആയിട്ട് വളരുന്ന മക്കൾക്ക് കൂട്ടുകാരോ സ്നേഹം പങ്കിടാനോ സുഹൃത്തുക്കളോ അതുപോലെ സുഹൃത്തുക്കളെ പോലെ പരിചരിക്കാനോ സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കണേ. 1 ഉള്ളവരോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്, 1 കൂടി ഉണ്ടാവട്ടെ. ഇത്ര ഉള്ളൂ. 1 കൂടി. നീ കാര്യം രക്ഷിക്കണ്ട. പിള്ളേരാണ് പറയണത് 1 കൂടി ഉണ്ടാവട്ടെ എന്ന് കാരണന്മാരോട്. ഇവർക്ക് ഇനി എപ്പ ഉണ്ടാവാനാ? എന്തെങ്കിലാവട്ടെ. ഞാൻ കാര്യം വരുന്നതാ. ഞാനെന്താ പറഞ്ഞതറിയോ? ഈ 5 മക്കളെ നോക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ 2 നോക്കാനോ ബുദ്ധിമുട്ട്. ഇപ്പോൾ 1 നോക്കാനോ ബുദ്ധിമുട്ട്. എന്താ പറ്റിയേ? പണ്ട് വീട്ടിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നോ? ഭയങ്കര സമൃദ്ധി ആയിരുന്നോ? കഷ്ടപ്പാടൊക്കെ ആയിരുന്നോ? ഇന്ന് അവർക്കൊക്കെ പള്ളിയിലൊക്കെ വരുമല്ലോ ദിവസം. ആര്? ഞങ്ങളെല്ലാരും തന്നെ അമ്മച്ചിയുടെ പേരെന്നാ? പറയാമോ?
നല്ല പേരാണല്ലോ. മറിയമ്മ പള്ളിയിലൊക്കെ വരുമോ? മക്കളെ പിടിച്ചിട്ട് വരും. നല്ല പിള്ളേരായിരുന്നോ? നല്ല പിള്ളേരായിരുന്നു. 5 എണ്ണം 5 പേര്. പറഞ്ഞൊക്കെ കേട്ടനുസരിച്ച് ചെയ്തോ? ഉദ്ദേശിച്ച ആളാണ് കെട്ടിച്ചു കൊടുത്തേ. അതെ. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഓർത്തൊക്കെ ഈ അമ്മ 5 എണ്ണത്തെ നോക്കി അമ്മയുടെ മനസ്സിനിണങ്ങി കെട്ടിച്ചു കൊടുത്തു. ഈ അമ്മയുടെയും അപ്പച്ചന്റെയും മനസ്സിനിണങ്ങി. അപ്പച്ചന്റെ പേരെന്തായിരുന്നു? കുര്യാക്കോസേട്ടൻ. കുര്യാക്കോസേട്ടനും പോട്ടെ, കുഴപ്പമില്ല. കുര്യാക്കോസേട്ടനും അറിയാൻ ചേച്ചി അല്ലേ? 2 പേരും കൂടി തീരുമാനിച്ച 5 കല്യാണം. അത് സന്തോഷത്തോടെ നടന്നു. ഇന്നോ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ നിങ്ങളുടെ മക്കൾ കെട്ടുന്ന്. നിങ്ങൾക്ക് ചങ്ങത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ എന്റെ കൊച്ചിന് തെറ്റായൊരു ബന്ധമില്ലെന്ന്? പറയാൻ പറ്റണവേ. എന്റെ കുടുംബ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് എന്റെ അടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാ. അപ്പനമ്മയും തലങ്ങും മെലങ്ങുന്നിട്ട് ചോദിക്ക, അച്ഛാ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ കൊന്നറിയണോ അതോ കൊച്ചിനെ കൊല്ലണോ? അച്ഛൻ പറ. ഞാൻ എന്ത് പറയും? ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വീട്ടില് പ്രാർത്ഥനയുണ്ടാ? ഇല്ല. പള്ളി പോവോ? ഇല്ല. പള്ളി പോവലില്ല, പ്രാർത്ഥനയില്ല. അപ്പന് നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, വിദേശത്താ. അമ്മ നാട്ടില് നല്ല ജോലിക്കാരി, കാശുണ്ട്. ഇതെന്തുണ്ടായിട്ടുള്ള കാര്യം? കാശുണ്ടേ, സമാധാനമില്ലേ വീട്ടില്? കൊച്ചിനെ പിടിച്ചിട്ട് വന്നേക്കാ. എന്നിട്ട് അവളോട് ചോദിക്ക, അച്ഛാ ഒന്ന് ചോദിക്കച്ചാ അവൻ ആരാന്ന്? ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാന്ന്. നമ്മുടെ കാലഘട്ടം എങ്ങോടെ പോയിക്കൊണ്ടിരിക്കണേ? നമ്മുടെ മക്കളെ എങ്ങോടെ പോയിക്കൊണ്ടിരിക്കണേ? നമ്മുടെ കുടുംബം എങ്ങോടെ പോയിക്കൊണ്ടിരിക്കണേ? എന്താ പറ്റിയേ? ചിന്തിച്ചു നോക്കിയേ. എന്താ പറയാ? മക്ക പൊക്കോ അവിടെ പോയിരുന്നു. നിങ്ങളെ ജീവിതത്തിൽ ചിന്തിച്ചോക്കെ. എന്റെ കുടുംബത്തിന് എന്ത് പറ്റി? എന്റെ മക്കൾക്ക് എന്ത് പറ്റി? എന്റെ ജീവിത പങ്കാളിക്ക് എന്ത് പറ്റി? പരസ്പരമുള്ള സ്നേഹമുണ്ടോ? ഐക്യമുണ്ടോ? മിണ്ടലുണ്ടോ? ഉണ്ടാ ഉണ്ടാ ഉണ്ട്. വെഡിങ് ഡേ ഒക്കെ വന്നോക്കിയേ. സെൽഫി, കേക്ക് കട്ടിങ്, കേക്ക് കൈമാറല്, വെഡിങ് ഡേക്ക് അല്ലാണ്ട്. പണ്ടത്തെ നമ്മുടെ അമ്മമാര് ഒരു കേക്ക് പോലും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അറിയിച്ച് കട്ട് ചെയ്തിട്ടുണ്ടോ പണ്ട്? വെഡിങ് ഡേക്ക് അയച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണം കഴിച്ച ഏപ്രിൽ 21. ഓ അതാണ് മറ്റേ അല്ലേ? ഓ പോട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ആ ഡേറ്റ് ഓർമ്മയുടെ ഭാവത്തിന്. പക്ഷെ ഒരു കേക്ക് കട്ടിങ് ഇല്ല, ഒന്നുമില്ല. അടുത്തിരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. നമ്മള് പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നല്ലേ? കുര്യാക്കോസേട്ടനും അറിയാൻ ചേച്ചി അടുത്തിരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടോ? പിള്ളേര് കാണാൻ കെട്ടിപ്പിടിക്കോ? പിള്ളേരെ എല്ലാരും കൂടി നിന്ന് എടുത്തിട്ടുണ്ട് ഫോട്ടോ. ഫോട്ടോ അല്ല, നിങ്ങൾ 2 പേരും പിള്ളേരുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കോ? ഇല്ല. നിങ്ങൾ ഞാൻ ഒരു വിഷമമുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നേ. നിങ്ങൾ തിരിച്ചറിയണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ കെട്ടിപ്പിടുത്താന്നറിയോ? ഭാര്യയും ഭർത്താവ് ഒന്നിച്ചേ നടക്കൂ. ഭർത്താവ് പച്ചയാണെങ്കിൽ ഭാര്യ പച്ച, ഭർത്താവ് ചുവപ്പാണെങ്കിൽ ഭാര്യ ചുവപ്പ്, ഭർത്താവ് നീലയാണെങ്കിൽ ഭാര്യ നീല. സ്റ്റെപ്പ് പോലെ ഒന്നിച്ചാ വെക്കടി വെക്കടി വെക്കടി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ കറക്റ്റാ. പണ്ടത്തെ അപ്പന്മാരും അമ്മമാരും ജന്മത്തെ ഒരുമിച്ചിരിക്കില്ല, ഒരുമിച്ച് മക്കളുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കില്ല, ഒരു ഫോട്ടോയ്ക്ക് പോലും തോളത്തെ കൈയിടില്ല. എക്സാമ്പിൾ എന്റെ അപ്പനമ്മയും. എത്ര പ്രാവശ്യം പറഞ്ഞാലാണ് എന്റെ അപ്പനമ്മ തോളത്ത് കയറുന്നേ? എന്റെ അപ്പനമ്മയുടെ വെഡിങ് ഡേക്ക് കുറച്ചു നാളും ആഘോഷിച്ചു കഴിഞ്ഞപ്പോ അപ്പനോട് പറഞ്ഞു, അപ്പ അമ്മയുടെ തോളത്തൊന്ന് കൈയിട്. നീ പോടാ, നീ പോടാ. എന്നോട് പറയാ നീ പോടാന്ന്. ഞാൻ പറഞ്ഞ അപ്പ ഭാര്യയല്ലേ, വേണ്ട നിന്നിട്ടുള്ള ഫോട്ടൊക്കെ മതി. ജന്മത്തെ അവര് കൈയിടില്ല. പക്ഷെ എന്താ, അവര് തമ്മിൽ ഭയങ്കര സിങ്കാ, ഭയങ്കര അടുപ്പാ. പുറമെ കാണുന്ന അടുപ്പാണോ? അല്ല, മാനസികമായിട്ട് ഭയങ്കര അടുപ്പാ. അറിയാമമ്മേ, കുര്യാക്കോസേട്ടനും മോക്കം മാറിയാ മറിയാമ്മയ്ക്ക് അറിയാൻ പാടില്ലേ? മോക്കം മാറിയ ഭാര്യമാർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഭാര്യമാരുടെ മുഖം മാറിയ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും. ഇന്നും ഒരു കണ മനസ്സിലാവണില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഇവിടെ ഇരിക്കി, ഞാൻ ശരിയാക്കി തരാം. കാര്യമായിട്ട് പറയുന്നതാ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ. പണ്ടൊക്കെ ഭർത്താക്കന്മാരുടെ മോക്കൊന്നും മാറിക്കഴിഞ്ഞാൽ
അമ്മയ്ക്ക് മനസ്സിലാവും, അപ്പന് ദേഷ്യേട്ട, പോണ്ട പോണ്ട, അടുത്തേക്ക് പോണ്ട, മിണ്ടാണ്ടിരുന്ന അപ്പന് ദേഷ്യ, മിണ്ടാണ്ടിരുന്ന ഇന്ന് മുഖം കറുപ്പിച്ചിരുന്നാ പോലും എന്നിട്ടാ പുള്ളിയുടെ മുഖം അങ്ങനെ ഇരിക്കണേ, ഈ പുള്ളി എന്തിനാ മുഖം കറുപ്പിച്ചിരിക്കണേ, ഇതെന്തിനപ്പത്? ഇന്ന് ഭയങ്കര ബുദ്ധിയാണല്ലോ, ബോധം കുറവാ. ശരിയല്ലേ? ബോധം കുറവാ. നമ്മുടെ പിള്ളേർക്കും ഇല്ല ഈ ബോധം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നമ്മുടെ വീട് പോലെ പണ്ട് ബുദ്ധിയൊക്കെ വളരെ കുറവാ, പക്ഷെ ഭയങ്കര ബോധ. നമ്മുടെ കുട്ടികൾക്ക് ഇത് കുറവാ. ഇപ്പൊ സിമ്പിൾ ഉദാഹരണം പറയാം. എന്റെ പള്ളിയില്, ഏത് പള്ളിയെന്ന് പറയത്തില്ല കേട്ടോ, വീഡിയോ പോകണോണ്ട് ഞാൻ പറയത്തില്ല. എന്റെ ഒരു പള്ളിയില് ഞാനിരുന്ന്, നമ്മളൊക്കെ പണ്ട് നമ്മൾ ആൾക്കാര കുട്ടികളായിട്ടിരുന്നതാ. ആൾക്കാര ശുശ്രൂഷികൾ എന്ന് വെച്ചാൽ നിങ്ങൾ ശുശ്രൂഷികൾ ഇരിക്കുന്ന പോലെ. പണ്ടൊക്കെ നമ്മുടെ പള്ളികളില് ആൾക്കാര ശുശ്രൂഷയുടെ അച്ഛനൊന്ന് വേർത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫാൻ കൊണ്ട് വെക്കും. ശരിയല്ലേ? ഇന്നുണ്ടോ? ഞാൻ എന്റെ പള്ളിയില് ഞാൻ വേർത്തൊലിക്ക, ഈ ചൂടുകാലത്ത് വേർത്തൊലിക്കുക. അപ്പൊ രണ്ടുപേരും അവിടെ നിൽപ്പണ്ട്, ഫാനും കിട്ടാ. ഞാനാണെങ്കിൽ ഈ വേർത്തൊലിക്കുന്നത് വിട്ട് ഞാൻ ഇവനെ നോക്കി. അപ്പൊ അവനാ ഫാന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഞാൻ വേർത്തൊലിച്ചിട്ട് ഇവനെ നോക്കി. ഇപ്പൊ ഇവനും എന്നെ നോക്കാം. ഞാൻ രണ്ടാമത് ഇവനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് ബലിമേശയുടെ താഴെന്ന് പറഞ്ഞു, ഇങ്ങനെ. അപ്പൊ ഇവൻ എന്നെ നോക്കിയിട്ട് കിടക്കും. മൂന്നാമതെയും മുതലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സ്വിച്ച് ഓൺ ആക്കാനേ പറയണേ. ഈ മൂന്നാമത് ഇങ്ങനെ പറഞ്ഞപ്പോ, അരക്കാൻ പറഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്തേക്ക് നടന്നു വരാ. ഇത്രയുള്ള ബോധം നമ്മുടെ വീട്ടിൽ, ഇത്രയുള്ളൂ. ബുദ്ധിയുണ്ട്. വെളിവെന്ന് പറയുന്ന സാധനം വളരെ കുറവാ. അതിന് ഭർത്താക്കന്മാർക്കും കുറവാ, ഭാര്യമാർക്കും കുറവാ, മക്കൾക്കും കുറവാ. കുറിഞ്ഞിയുടെ അങ്ങനെയല്ല കേട്ടോ. കുറിഞ്ഞിയില് ഭയങ്കര ബുദ്ധിമാന്മാരാ. നിങ്ങൾ ചിന്തിച്ചോക്ക്, നമ്മുടെ കുടുംബത്തിന് എന്താ പറ്റിയേ? എന്ത് ഇത്രയും പ്രശ്നങ്ങള്, എന്ത് ഇത്രയും സങ്കടങ്ങള്, എന്ത് ഇത്രയും വേദനകള്? ബൈബിളിലൊരു വചനമുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ഇതെല്ലാം ഏർപ്പെടലല്ലേ? കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് വന്നു, ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്ഥലത്ത് നിന്ന് വിട്ടതാ. ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നം? ഭർത്താവ് പറഞ്ഞു, എന്റെ അച്ഛനിക്ക് അറിയാൻ പാടില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, എന്തിയടേ? എനിക്ക് പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്തിയെ? എനിക്ക് പറ്റില്ല. ഞാൻ ചോദിച്ചു, അവനെന്താ കുഴപ്പം? കുടിക്കോ? ഇല്ല. വലിക്കോ? ഇല്ല. അച്ഛാ, അതാ പ്രശ്നം. കുടിക്കണ വലിക്കണ ചെറുക്കന്മാരിന്ന് മതിയെന്ന്. കാലഘട്ടം പോയ പോക്ക. അച്ഛൻ എന്റെ കൂട്ടുകാരൊക്കെ കൂടുമ്പോ അവരുടെ ഭർത്താക്കന്മാരൊക്കെ കഴിക്കും, എന്റെ ഭർത്താവ് കഴിക്കില്ല. ഓ, വല്ലാത്തൊരു കുറ്റായി പോയി. രണ്ടാമത് ഞാൻ ചോദിച്ചു, അതാണ് പ്രശ്നം? അതല്ല മെയിൻ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്തിയെ? എന്റെ അച്ഛൻ രാത്രി മനുഷ്യന്റെ അടുത്ത് ഓർക്കൂല. ചോദിച്ചാൽ അതിന് മാത്രത്തെ പ്രശ്നം, രാത്രി ഓർക്കത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവളെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നച്ച ഒടുക്കത്തെ കൂർക്കമലിയ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കൂർക്കമലിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. കൂർക്കമലിയാണെങ്കിൽ പണ്ട് പലതിലും ഇവിടെ ഡിവോഴ്സ് കൊടുക്കേണ്ടതാണല്ലേ? പറയാൻ വെച്ച് കുര്യാക്കോസിനെ നോക്കുമ്പോഴേക്കായിരുന്നോ കടി നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അപ്പോ നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുടുംബത്തിന് എന്ത് പറ്റി? നമ്മുടെ ജീവിതത്തിന് എന്ത് പറ്റി? ഭാര്യയും ഭർത്താവും തമ്മിൽ അടുപ്പമുണ്ടോ? മാനസികമായിട്ട് ഇല്ല. എല്ലാം കുറഞ്ഞോണ്ടിരിക്കുക. മടുത്തു. ശരിയല്ലേ? മടുത്തു. നമുക്ക് മടുത്തു. എല്ലാം മടുത്തു. ഭർത്താവിനെ മടുത്തു, ഭാര്യയെ മടുത്തു, മക്കളെ മടുത്തു, എല്ലാവരെയും മടുത്തു തുടങ്ങി. നമുക്ക് പുതിയത് മതി അല്ലേ? ഓരോന്നും ഓരോ ബന്ധങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പലതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോണേ. നമ്മുടെ കുടുംബത്തിന് എന്താ പറ്റിയെന്നറിയോ? ഏറ്റവും മെയിൻ റീസൺ, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ പറഞ്ഞെന്നറിയോ? അതിന്റെ ഇടയില് ഈ കുടുംബ നവീകരണ ഈ കൺവെൻഷൻ വെക്കുമ്പോ അതിന് അർത്ഥമുള്ളത് പറയാൻ വേണ്ടിട്ടാ. ഇത്രയും പ്രശ്നത്തിന്റെ നടുവിലാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്, കുടുംബം ജീവിക്കുന്നത്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, മുന്നോട്ട് പോകണമെന്ന് പോലും ആഗ്രഹമില്ല. ഇന്ന് രാവിലെ ഒരു പെൺകൊച്ചിന്റെ അടുത്ത് വന്നേക്ക, ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട്. അതിന് ഏകദേശം ഒരു 6 മാസമായിട്ടുള്ളൂ. അച്ഛാ, ഞാനിത് എന്റെ വീട്ടിൽ പോവില്ല. ഞാൻ ചോദിച്ചു, എന്തിയെ? എന്റെ ഭർത്താവ് ശരിയില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, മോളെ ഒരു കൊച്ചുണ്ടല്ലോ കയ്യില്. ഞാൻ പോകില്ല അച്ഛാ, എനിക്ക് അവിടെ പോയ ചാവണമെന്ന് തോന്നാ, പുള്ളിനെ കാണുമ്പോ ചാവണമെന്ന് തോന്നാ. ഞാൻ എന്തിനച്ചോ ജീവിക്കണേ? എന്തിനച്ചോ ഇങ്ങനെ ഒരു കുടുംബം? ഞാൻ എന്താ പറയാ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ കുടുംബത്തിന് എന്താ പറ്റിക്കൊണ്ടിരിക്കണേ?
ഞാൻ ഒത്തിരി വചനങ്ങൾ എന്ന് പറയില്ല, ആകെ 2-3 വചനങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ അറിയോ, നിങ്ങളുടെ കുടുംബം വിശുദ്ധമാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ചോദിച്ചോട്ടെ, അപ്പച്ച നമ്മുടെ കുടുംബത്തിന് എന്താ പറ്റിയത്? അപ്പച്ചന് തോന്നുന്ന വിഷമം എന്താ? എന്താ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം? കുറവാണ്. അപ്പച്ചന് എന്താ ഒന്നും പറയാനില്ലേ? ആളുകളാട്ടോ. നിനക്കെന്താ തോന്നുന്നത്? ദൈവത്തെ അറിയുന്നില്ല. മറിയാമ്മേ ഇങ്ങോട്ട് തോന്നി സ്നേഹമില്ല, ദൈവത്തെ അറിയുന്നില്ല. ഇതല്ലേ ഇവര് പറഞ്ഞത്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റിക്ക് തോന്നണേ പ്രാർത്ഥനക്കുറവ്. സഹോദരനെ തോന്നണം പ്രാർത്ഥന തന്നെ. സഹോദരിയോ? സ്നേഹക്കുറവാണ്. അമ്മച്ചിക്ക് എന്താ തോന്നണം? എനിക്ക് ദൈവസ്നേഹം മാത്രമാണ്. ചേച്ചി എല്ലാ നേരം ദൈവസ്നേഹം ദൈവസ്നേഹം എന്ന് പറഞ്ഞോണ്ടോ കേട്ടോ? നല്ല അമ്മച്ചി കേട്ടോ, നല്ല അമ്മച്ചി. ചേട്ടൻ തോന്നണേ? പ്രശ്നമൊന്നുമില്ല. ചേട്ടന്റെ വീട്ടിലെ പ്രശ്നമല്ല പറയാൻ പറഞ്ഞേ. ചേട്ടനെന്താ തോന്നണേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയും ചേട്ടന്റെ കുടുംബം സൂപ്പർ കുടുംബാന്ന് എനിക്കറിയാം. ഇവരാരും വീട് പ്രശ്നമല്ലോ പറഞ്ഞേ. എന്റെ പൊന്നോ, അതല്ല ഞാൻ ചോദിച്ചേ, വീട്ടിലെ പ്രശ്നമല്ലേ ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് എന്താ തോന്നണെന്ന് ചോദിച്ചേ. ഇന്നത്തെ കാലഘട്ടം ഇത്രയും പ്രശ്നത്തിന്റെ കാരണം എന്താ ചേട്ടൻ തോന്നണേ? ദൈവഭക്തിയില്ല. ദൈവഭക്തിയില്ല. അപ്പൊ ചെന്നെ തോന്നുന്നു പരസ്പര സ്നേഹമില്ല. അത് വെടിക്കെട്ടി ശബ്ദാട്ടോ. ദൈവത്തെ അറിയുന്നില്ല. പരസ്പര വിശ്വാസക്കുറവ്, വിശ്വാസക്കുറവ്, സ്നേഹക്കുറവ്, പിന്നെ 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 പ്രാർത്ഥനക്കുറവ്, പിന്നെ സമയക്കുറവ്. ഓ അത് കറക്റ്റാ. സമയക്കുറവ്, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലേ. പിന്നെ പിന്നെ മക്കൾക്ക് എന്താ പറയുക? സ്നേഹക്കുറവാ. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചോക്കെ ഇത്രയും പ്രശ്നങ്ങള് നമ്മുടെ വീട്ടിൽ വരാൻ കാരണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്നറിയോ? ഇവര് പറഞ്ഞ എല്ലാ ഉത്തരത്തിലും അതുണ്ട്. ദൈവാശ്രയ ബോധം കുറവാ. പണ്ട് നമ്മുടെ വീടുകൾ മുഴുവൻ 1-ാം സ്ഥാനം കൊടുത്തത് ദൈവത്തിനായിരുന്നു. ആരാധനയ്ക്ക് പോകണം, വീട്ടില് പ്രാർത്ഥന ചെല്ലണം, നിർബന്ധമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടോ? നിർബന്ധം ഉണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ദൈവാശ്രയ ബോധം കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സമയം കൊടുക്കാൻ ഇല്ല. കുടുംബ പ്രാർത്ഥന ഇല്ല, പള്ളിപ്പോകലില്ല, പ്രാർത്ഥനക്കുറവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്. നിങ്ങൾ ചിന്തിച്ചോക്കെ, സ്വന്തം ദൈവത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയെ കരയിപ്പിക്കോ? ഇല്ല. സ്വന്തം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭാര്യ, തന്റെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ വിഷമിപ്പിക്കോ? ഇല്ല. നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാ? ചിന്തിച്ചോക്കെ. പണ്ടൊക്കെ ഉണ്ടല്ലോ, എത്ര വഴക്കുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ കുടുംബത്തിന് പറ്റിയിരുന്നു. ഇന്ന് പറ്റണില്ല. സ്നേഹമില്ല, ഐക്യമില്ല. ഇതൊക്കെ ഉണ്ടാകണം എങ്ങനെയാ? ദൈവവിശ്വാസം ഉണ്ടാകുമ്പോഴാ. ഈ സ്നേഹവും ഐക്യവും എളിമയും ക്ഷമയും വിട്ടുകൊടുക്കാനും എളിമപ്പെടാനുള്ള മനസ്സുണ്ടാകുന്നത് ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴാ. നമ്മുടെയൊക്കെ വീട്ടിന്റെ പ്രശ്നം എന്നറിയോ? കുടുംബ പ്രാർത്ഥന കുറവാ, സന്ധ്യാപ്രാർത്ഥന കുറവാ, ഈ ആരാധനയ്ക്ക് പോകല് കുറവാ. ശരിയല്ലേ? വലുതനെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, വിവാഹം എത്ര പേർ തമ്മിലാ? വിവാഹം എത്ര പേർ തമ്മിലാ? 3 പേര്. ആരൊക്കെയാ? കൊള്ളാട്ടോ. കർത്തുത്ര ഭാര്യനെയും ഭർത്താവിനെയും യേശുവിനെയും വെച്ച് സഭ കെട്ടുന്ന ഒരു കെട്ടാണ് വിവാഹം. നിങ്ങൾ ഈ കുറിഞ്ഞിപ്പള്ളി വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാരുടെ വിവാഹം നടന്ന ഇവിടെയല്ലേ? ആണല്ലയോ? അതെ. നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ഈ പള്ളി വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ അച്ഛന്മാരെ ഇങ്ങനെ വട്ടം നിർത്തി നിങ്ങൾ 3 പേരെ വെച്ച് സഭ കെട്ടിയ ഒരു കെട്ടാണ് വിവാഹം എന്ന് പറയണേ. ആ കെട്ടിന് മുറക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ 3 പേരുണ്ടാകണം. ആരൊക്കെ ഉണ്ടാവണം? വരനുണ്ടാവണം,
വധു ഉണ്ടാവണം, ഈശോ ഉണ്ടാവണം. ഈ കെട്ടിന് മുറുക്കുണ്ടാവുന്നപ്പോഴാ. ഈ കെട്ടിൽ നിന്നും ഒരാള് പോയാൽ മതി, ആ കെട്ടിന് മുറുക്കം കുറയും. ആര് പോകാനാ ചാൻസ് കൂടുതല്? ആര് പോകാനാ ചാൻസ് കൂടുതല്? യേശു പോകാനാ ചാൻസ് കൂടുതല്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കുറ്റിച്ചൂലുണ്ട്, കുറ്റിച്ചൂല് അല്ലേ? ഈ കുറ്റിച്ചൂലിന് ഒരു പ്രത്യേകതയുണ്ട്. ചൂല് മൊത്തം ഉണ്ടെങ്കിൽ അടിക്കാൻ ഭയങ്കര സുഖ. അതിൽ നിന്ന് കുറച്ച് ഇറുക്കിളി പോയാൽ എന്താ പറ്റണേ? മറ്റു ഇറുക്കിളി കൂടി പോയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? നമ്മുടെ കുടുംബജീവിതത്തിനെ പറ്റിയതല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ? ദൈവാശ്രയ ബോധം കുറവാ. ദൈവത്തെ ചേർത്ത് വെച്ച് സഭ കെട്ടിയ കെട്ടില് ഇന്ന് ക്രിസ്തു ഉണ്ടോ? ഈശോ ഉണ്ടോ? ആ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടോ? കുറഞ്ഞോണ്ടിരിക്കല്ലേ? തമ്പുരാന്റെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ? ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ യോജിപ്പിച്ചതല്ല. ദൈവം യോജിപ്പിച്ച സാധനം എന്തുകൊണ്ട് മനുഷ്യൻ വേർപ്പെടുത്താൻ ആഗ്രഹിക്കണേ? ഒറ്റ കാര്യമുള്ളൂ. ദൈവം യോജിപ്പിച്ച ആ ബന്ധത്തില് ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിക്കാൻ മനുഷ്യന് മറന്നുകൊണ്ടിരിക്കുക. വളരെ ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ? വീട്ടില് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. വീട്ടിലോ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ, എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? എല്ലാ വീട്ടിലും ഒന്ന് കൈവെക്ക്. എന്നെ തള്ളടവേ, ഗംഭീര തള്ള കേട്ടോ. 10 എല്ലാ വീട്ടിലുണ്ട്. മക്കളെ, എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥനയുണ്ടോ? ദൈവത്തില്ല അത്. മക്കളെ, വീട്ടിൽ പ്രാർത്ഥനയുണ്ട് എല്ലാ ദിവസവും, എല്ലാ ദിവസവും. നിങ്ങൾ കള്ളം പറയില്ല. നിങ്ങൾ ചിന്തിച്ചോ? ഇവിടെ ഇരിക്കുന്നോണ്ട് നിങ്ങൾ പേടിക്കണോട്ടാ. ആകെ കുറച്ചെണ്ണം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ പൊക്കി കടിച്ചത് തന്നെ എല്ലാത്തിനും. എല്ലാ വീട്ടിലൊന്നും പ്രാർത്ഥനയില്ലെന്ന് എനിക്ക് ഉറപ്പാ. സമയമൊത്താ പ്രാർത്ഥിക്കും, നേരം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കോ ഇല്ല. നമുക്ക് നേരമില്ല ദൈവത്തിന് കൊടുക്കാൻ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചോ? എന്റെ വീട്ടിലുണ്ടല്ലോ കുടുംബ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും. എന്റെ അപ്പനമ്മ ഒടുക്കത്തെ വഴക്ക്. ചില ദിവസങ്ങളില് എനിക്കെല്ലാം തോന്നിയിട്ട് നിങ്ങളുടെ വഴക്ക് കേൾക്കുമ്പോൾ 2 പൊട്ടിക്കണമെന്ന് എന്റെ അപ്പനമ്മ കിട്ടും. സത്യം പറയണേ. പക്ഷെ നിങ്ങൾ വഴക്ക് കൂടി കോംപ്രമൈസ് എവിടെയാണെന്നറിയോ? കുടുംബ പ്രാർത്ഥനയില. ഞങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ കത്തോലിക്ക വൈദികരാണ്, മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞവരേ ചൊല്ലിട്ട് പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാ? ഞാൻ മിക്കവാറും ശ്രദ്ധിക്കാറുണ്ടെന്നറിയോ? ഇവര് വഴക്കൂടിയാ. അന്നത്തെ ദിവസം പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവര് വഴക്കൂടുന്ന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയോ? വഴക്കൂടിയാലും പ്രാർത്ഥന ഉണ്ടാവും. എന്റെ വീട്ടില് ഒരു ദിവസം പോലും പ്രാർത്ഥനയ്ക്കൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഓർക്കുന്ന കാര്യം അറിയോ? വീട്ടിലൊരു കല്യാണ പരിപാടി കഴിഞ്ഞിട്ട് 11:30 മണിക്ക് എന്റെ വീട്ടിൽ വരാം. 11:30 മണിക്ക് വീട്ടിൽ കഴിഞ്ഞപ്പോ അപ്പം പറയാ, പായ വിരിക്ക്. ഞങ്ങൾ വെച്ച് കർത്താവെ കിടന്നുറങ്ങാനായിരിക്കും. ഈ തന്തപ്പടി വന്ന് മുട്ടൂത്തി പ്രാർത്ഥിക്കാന്ന്. എന്റെ അപ്പൻ അങ്ങനെയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം പോലും കുറവ് വരുത്തില്ല. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ കിടത്തി ഉറക്കാൻ അപ്പൻ സമ്മതിക്കില്ല. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അറിയോ? ഇവര് അപ്പനമ്മ ഒടുക്കത്തെ വഴക്കൂടെ, ഇവര് തമ്മിൽ ഭയങ്കര വഴക്കാ. ഈ വഴക്കൂടിട്ട് ഇവര് പ്രാർത്ഥിക്കാൻ വരുന്നറിയോ? അപ്പൻ ഇവിടെ മുട്ടുത്തും, ഞങ്ങൾ 3 പേര് സെന്ററിൽ മുട്ടുത്തും, അമ്മ അവിടെ മുട്ടുത്തും. അപ്പൻ ചൊല്ലും, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. എന്നിട്ട് അപ്പൻ അമ്മയെ നോക്കും. അപ്പൊ അമ്മ വഴക്കുണ്ടാക്കി വന്നിക്കാട്ടോ, അമ്മ മിണ്ടില്ല. അപ്പൊ അമ്മ അപ്പൻ ചെല്ലടി. അപ്പൊ അമ്മ അപ്പൻ ചെല്ലടി. അപ്പൊ അമ്മ. ഞങ്ങള് 3 പേരുടെ തല എങ്ങനെയാ? അവസാനം അമ്മ ചെല്ലാതെ അപ്പം മുന്നോട്ട് പോലില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മ ചെല്ലിയിരിക്കണം, അതിന്റെ അപ്പം പോലില്ല. ഞങ്ങൾ അവസാനം ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് വിൽക്കാറ് കൂട്ടുത്താറ്. ഞാൻ പറയാം എന്റെ അമ്മയുടെ അടുത്ത്, അമ്മേ ചെല്ലമ്മേ, 1 മണിക്കൂറിന്റെ പ്രാർത്ഥന 1.5 മണിക്കൂറാവും. അമ്മ ചെല്ല്. അവസാനം അപ്പം പറയും ചെല്ലടി. അപ്പഴും ദേഷ്യമൊക്കെ മാറ്റി അമ്മ അപ്പൻ
അപ്പന്റെ മുഖത്തിൽ ചെറിയ ചിരി വരുന്നുണ്ടോ? നന്മ നിറഞ്ഞവരെ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെടാറുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും അമ്മ പരിശുദ്ധവരൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ഈ 2-3 പ്രാർത്ഥനയ്ക്കുള്ളിൽ അമ്മ കോംപ്രമൈസായി. നിങ്ങൾ ചിന്തിക്കുക, അച്ഛാ പ്രാർത്ഥനയാണോ വഴക്ക് മാറ്റാനാണോ ഉപാധി? നിങ്ങൾ അങ്ങനെ ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യോ, വഴക്കുണ്ടാക്കി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ആ വഴക്ക് കോംപ്രമൈസ് ചെയ്ത്. എന്റെ വീട്ടിൽ ഒരിക്കലും എന്റെ അപ്പനമ്മ വഴക്കൂടി ഞാൻ കിടന്നുറങ്ങി കണ്ടിട്ടില്ല. അവരെല്ലാ ദിവസവും ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ദേഷ്യപ്പെടും, അമ്മ എന്തെങ്കിലും പറയും, അപ്പൻ എന്തെങ്കിലും പറയും. പക്ഷെ എല്ലാം പ്രാർത്ഥനയിൽ തീരും. അതുകൊണ്ട് എന്റെ വീട്ടിൽ പ്രാർത്ഥന മസ്റ്റായിരുന്നു, ഇന്നും മസ്റ്റാ. എന്റെ അപ്പനമ്മയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഞാൻ എന്തിനാന്ന് പറഞ്ഞതറിയോ, അങ്ങനെയുള്ള ഒരു അപ്പന്റെ അമ്മയുടെ മോനെ ഞാൻ. ആ അപ്പനമ്മയും വരച്ചു കാണിച്ചിരുന്നൊരു കുടുംബജീവിതമുണ്ട്. വളരെ വഴക്കും ബഹളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചവരവര്. ദേഷ്യപ്പെട്ടിട്ട് 2 പേരും വഴക്കുണ്ടാക്കിയിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ എന്റെ അമ്മ അപ്പനെ മാറി കിടന്നുറങ്ങി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ? എന്റെ അമ്മ ഒരു ദിവസം പോലും അപ്പനെ കാണാതിരിക്കില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ എന്റെ അപ്പന്റെ ക്യാൻസറിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? അറിഞ്ഞില്ലേ? പറഞ്ഞു. ഈ അപ്പന്റെ ക്യാൻസർ അമ്മയുടെ ക്യാൻസർ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല 2 പേർക്കും ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അപ്പന് ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്കും ക്യാൻസറാ, അമ്മ ട്രീറ്റ്മെന്റ് എടുക്ക്. എന്റെ അമ്മ പറഞ്ഞ ഡയലോഗ് എന്താ? അപ്പൻ ക്യാൻസർ ആയിട്ട് കിടക്കുമ്പോ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണ്ട, അപ്പൻ ഭേദമായിട്ട് എനിക്ക് എന്നെ ചെയ്താൽ മതി, അപ്പന്റെ അസുഖം മാറിയിട്ട് എന്നെ നോക്കിയാൽ മതി. അതുപോലത്തെ ഒരു അമ്മ എന്റെ അമ്മ. എന്നിട്ട് അപ്പന്റെ ചികിത്സ കഴിഞ്ഞപ്പോഴാ അമ്മയ്ക്ക് ചികിത്സ തുടങ്ങിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചൊക്കെ, ഭാര്യയും ഭർത്താവും ഒന്നിക്കുന്ന ആ കുടുംബം, ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബം ഭയങ്കര സന്തോഷമുള്ള ഒരു കുടുംബം. പരസ്പരം മനസ്സിലാക്കി ഇതുപോലുള്ളൊരു കുടുംബം വേറെ ഇല്ല. പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണ്ടോ? സ്നേഹിക്കാൻ പറ്റണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണ്ടോ? വിട്ടുകൊടുക്കാൻ പറ്റണ്ടോ? നിങ്ങൾ ചിന്തിച്ചോക്കെ. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ? നിന്റെ വീട്ടിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. ബാക്കിയൊക്കെ അവൻ തരും. അതുകൊണ്ടല്ല ബൈബിളിൽ നമ്മൾ വായിക്കണേ, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നോളാന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പെരുകി വരാൻ കാരണം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന കുറവ് തന്നെയാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, കാനായിലെ കല്യാണ വീട് ബൈബിളിലെ ഏറ്റവും നല്ലൊരു വീടത്. കാനായിലെ കല്യാണ വീട്, ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട പ്രത്യേകതയാ. അവിടെ ഒരു കല്യാണം നടക്കുക, വീഞ്ഞു തീർന്നുപോയി. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എത്ര അധ്യായം? 2-ാം അധ്യായം. അവിടെ പറഞ്ഞു വെക്കുന്ന ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉത്തരം പറ. ഈശോ ഉണ്ടായിരുന്നു, മാതാവ് ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോവാ. ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയപ്പോ അവിടെ ആരുടെ സാന്നിധ്യം ഉണ്ട്? ഈശോയുടെ മാതാവിന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യം ഉണ്ട്. ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയിട്ട് നാട്ടുകാർ മുഴുവൻ ആ വീഞ്ഞ് തീർന്നു പോയ കാര്യം അറിഞ്ഞോ? ഇല്ല. ആ വീട്ടിലെ സങ്കടം മറ്റുള്ളവർ അറിഞ്ഞോ? ഇല്ല. ആ വീട്ടിലെ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് മാറിയോ? ഇല്ല. കാരണം എന്താ? ആ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇത്രയും വലിയ പ്രശ്നമായെന്തേ? നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്രയും വലിയ വഴക്കായെന്തേ? നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങള് ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോയെന്തേ? ഒറ്റ കാര്യമുള്ളൂ, ഈശോ ഇല്ല. ഈശോ ഉണ്ടാവട്ടെ. നിന്റെ വീട്ടിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തോക്കെ. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ദൈവത്തെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മകൻ അപ്പനമ്മേനെ ഉപേക്ഷിക്കോ? ഇല്ല. ദൈവത്തെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അപ്പനും അമ്മയും മക്കളെ ഉപേക്ഷിക്കോ? ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഏറ്റവും കൂടുതൽ അഗ്നിമന്ദിരങ്ങളുള്ള ആർക്കാ? ക്രിസ്ത്യാനികൾക്കാ. ഏറ്റവും കൂടുതൽ ധ്യാനം കൊടുത്താരാ? ക്രിസ്ത്യാനിയാ.
അഗ്നിമന്ദിരത്തിൽ ചെന്നോട്ടോ. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാ അഭിമാനിക്കുക 1ാം സ്ഥാനം. നമ്മൾ ഈ ജ്ഞാനം കൂടുതൽ മാത്രമുള്ളൂ, ഒന്നും കയറണില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞേ, നിന്റെ വീട്ടിൽ ഈ 1ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു നോക്കിയേ. നമ്മുടെയൊക്കെ വീട്ടില് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ക്രിസ്തു ഈ വീടിന്റെ നായകൻ രക്ഷകൻ. എത്ര വീടിന്റെ വാതിൽക്കലുണ്ട്? ഇത് കൈവക്കേ. എന്റെ ഉണ്ടോ? ചേട്ടനുണ്ടോ? ചേട്ടനൊന്നും ഉണ്ടോ? 2 പേരായിട്ട് പൊക്കിയിട്ടുള്ളൂ. ചേട്ടന്റെ കുടുംബക്കാരൻ ഇവിടെ വന്നിട്ടില്ലേ? ഏതത്? ചേട്ടന്റെ വീട്ടിലുണ്ടോ? ചേട്ടൻ എഴുന്നേറ്റത്? ചേട്ടൻ സുന്ദരനാ. ഈ ചേട്ടന്റെ കുടുംബത്തിലുള്ള ആരും വന്നിട്ടില്ല ഇവിടെ? ചേട്ടൻ മാത്രമേ ഉള്ളൂ. വൈഫല്ലേ? ആ ചേച്ചി നോക്കിണ്ടാവില്ല. എനിക്ക് സംശയമായിരിക്കും. വീട്ടിൽ നിന്നിട്ട് എഴുതി വെച്ചാണ് ഈശോ ക്രിസ്തു. ചേച്ചി വീട്ടിൽ നിന്നിട്ട് എഴുതി വെച്ചാണ് ചേട്ടൻ പറയുന്നത് കേട്ടല്ലേ? അല്ലെങ്കിൽ കൊന്നേനെ ഇവിടെ ഉണ്ട്. എടാ നിന്റെ വീട്ടിൽ എഴുതി വെച്ചാണ്? അതന്നെയാണോ എഴുതി വെച്ചേ? ഒരു സ്റ്റിക്കറിൽ ഒട്ടിച്ചേ. നിങ്ങൾ ഓർത്തൊക്കെ, പണ്ടൊക്കെ ഏത് ക്രിസ്ത്യാനിയുടെ വീടിന്റെ വാതിക്കൽ ഉണ്ടായിരുന്നു ക്രിസ്തു ഈ വീടിന്റെ നായകൻ രക്ഷകൻ. ഇന്ന് ലക്ഷങ്ങളുടെ കോടികളിലൊക്കെ വീട് വെച്ച് കഴിഞ്ഞപ്പോ, ഈട്ടിയുടെയും തേക്കിന്റെ ഒക്കെ വാതിൽ വെച്ച് കഴിഞ്ഞപ്പോ, കൊത്തുപണികൾ കൊണ്ട് പലവിധ രൂപങ്ങളും വാതിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോ, അതിനു മുമ്പിൽ ക്രിസ്തു ഈ വീടിന്റെ നായകൻ രക്ഷകൻ എന്ന് എഴുതി വെക്കാൻ നമുക്കൊക്കെ നാണമായി തുടങ്ങി. നാണം. ഇതെങ്ങനെ കർത്താവ് ഉണ്ടാകും വീട്ടില്? ഞാൻ പറയും, ധ്യാനിപ്പിക്കാൻ പോകുമ്പോ വന്നിട്ടറിയോ, പണ്ട് വീടിന്റെ അകത്തില്ലെങ്കിലും എവിടെ ഉണ്ടായിരുന്നു കർത്താവ്? വാതിക്കല്. ഇന്ന് അകത്തുമില്ല വാതിക്കലും ഇല്ല. അച്ഛൻ തിരിച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു പോന്നേക്കാ. നിങ്ങളുടെ വീട്ടില് പ്രാർത്ഥനാ മുറി ചെന്ന് നോക്കിയേ. അങ്ങനെ ഉണ്ടോ? ഒരു മുറി ഉണ്ടോ? ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ചിന്തിച്ചോക്കെ, നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ദൈവത്തെ മാനിക്കുന്നുണ്ട്. ഞാനൊരു കാര്യമായിട്ട് ചോദിച്ചോട്ടെ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? Are you serious about God? Are you serious about God? Yes sir. What? Are you serious about God? Are you serious about God? നിങ്ങൾ ചിന്തിച്ചോക്കെ, കുടുംബ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ഫോൺ വരിക, നിങ്ങൾ എടുക്കോ? ആരാധനയുടെ സമയത്ത്, ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക്, അല്ലെങ്കിൽ ആരാധനയുടെ സമയത്ത്, വിശുദ്ധ കുർബാന എന്ന് പറയണേ, വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒരു ഫോൺ വരാ, നിങ്ങൾ എടുക്കോ? ഫോണൊന്ന് മിന്നി ഒരു മെസ്സേജ് വന്നു, വായിക്കോ? ഇല്ല. എന്റെ കർത്താവേ, ഇത്രയും വിശുദ്ധരായ മനുഷ്യരുടെ മുമ്പില് നിങ്ങൾ ചിന്തിച്ചോക്കെ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നോ. നമ്മുടെ കർത്താവ് നമുക്ക് ഏഴാങ്കൂലിയ. കാര്യം നടക്കുമ്പോ ദൈവം വേണം, അല്ലെങ്കിൽ ദൈവത്തെ വേണം? വേണ്ട. എത്ര പേര് ഞാൻ കണ്ടതറിയോ? വിശുദ്ധ കുർബാനയുടെ ഇടയില് ഫോൺ നോക്കുന്നവര്, ഒരു മെസ്സേജ് ഒന്ന് വായിക്കുന്നവര്, എത്ര പേരെ ഞാൻ കണ്ടെന്നറിയോ? സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഫോൺ അടിച്ചാ ഫോൺ പോയി അറ്റൻഡ് ചെയ്യും. ആരാണെന്ന് അറിയാൻ പാടില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്പർ വന്നോലി നിങ്ങൾ പോയി ഫോൺ അറ്റൻഡ് ചെയ്യും. കാരണം എന്താ? ആ ഫോണിനുണ്ട് ദൈവത്തെക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക്. അത് കണ്ടു വളരുന്ന മക്കള് ദൈവത്തെ മാനിക്കോ? ദൈവത്തെ മാനിക്കോ? ദൈവത്തെ സ്നേഹിക്കോ? ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എന്റെ വലത്തെ സൈഡ് ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, എന്റെ ഇടത്തെ സൈഡ് ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്. നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾ ഏതിന് വിടും? ഇവിടെ സൺഡേ സ്കൂൾ ടീച്ചറിന്റെ അധ്യാപകൻ, മെയിൻ അധ്യാപകനാരാ? മെയിൻ സാറ്. ആ സാറിനോട് തന്നെ ചോദിക്കാല, സാറേ സ്റ്റാൻഡപ്പ്. സാറിനെ കിട്ടാൻ നോക്കിയിരിക്കാറുണ്ട്. സാറേ, സാറിന്റെ വീട്ടിലെ കാര്യം പറയണ്ട, ഈ ഇടവകയിലെ കാര്യം പറഞ്ഞാൽ മതി. ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്
ഞായറാഴ്ച സൺഡേ കാറ്റഗിസം. ഇവിടുത്തെ പിള്ളേര്, ഇവിടുത്തെ മാതാപിതാക്കന്മാര് അച്ഛന്റെ മുഖത്തേക്ക് ആക്കിയിട്ട് പറയണേ ഒരു ധ്യാനഗുരു കേട്ടോ, നോണ പറയാൻ പാടില്ല. നമ്മൾ ഇവിടുത്തെ മാതാപിതാക്കന്മാര് ഇവിടുത്തെ പിള്ളേരെ എങ്ങോട്ട് വിടും? ഏതിന് വിടും? കേട്ടില്ല. കാറ്റഗിസത്തിന് പ്രധാന അധ്യാപകൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ചിന്തിച്ചോക്കെ, നമ്മൾ പറയാതെ അവിടെ പഠിപ്പിക്കുക നമ്മുടെ മക്കളെ. എന്നിട്ട് പഠിപ്പിച്ചേ പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് ആരെക്കാളും ദൈവത്തെക്കാളും. പണ്ട് നിങ്ങൾ ചിന്തിച്ചോക്കെ, സാറേ താങ്ക് യു സാറേ, മനസ്സോർത്ത് തന്നോളം പറഞ്ഞതന്നെ സാറ് വേറെ ഉത്തരങ്ങനെ പറഞ്ഞേ പേര് തീർത്തന്നെ. നിങ്ങൾ ചിന്തിച്ചോക്കെ, പണ്ട് നമ്മുടെ കാരണവന്മാര് സൺഡേ കാറ്റഗിസം മുടക്കാൻ സമ്മതിക്കായിരുന്നോ? ഇല്ല. പള്ളി പോകാൻ ഒരു ചക്കനോ 8ഉം 10ഉം മക്കളുണ്ടെങ്കിൽ 10 കൊണ്ടുപോകും പള്ളിയില്. പള്ളി പോയിട്ടുള്ള പഠിത്തൊക്കെ മതിയാന്ന് പറയും. ഞാൻ ഇന്ന് ഓർക്കേണ്ട കാര്യം അറിയോ? എന്റെ SLC പരീക്ഷ മാത്സിന്റെ പരീക്ഷ എന്റെ അപ്പൻ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളി പോകും. നിങ്ങൾക്കറിയാലോ, കത്തോലിക്ക വൈദികര് ഞങ്ങൾക്ക് എല്ലാവരും മിക്കവാറും എല്ലാ ദിവസവും പള്ളി പോണവരാ. എന്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും പള്ളി പോകും, എല്ലാ ദിവസവും. ഞാൻ ഇന്ന് ഓർക്കുന്നറിയോ? മാത്സിന്റെ പരീക്ഷയുടെ ദിവസം പള്ളി പോകണമെങ്കിൽ 2 മണിക്കൂറോ പള്ളി പോയി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഞാൻ പറഞ്ഞു, എന്റെ അപ്പ മാത്സിന്റെ പരീക്ഷയിലപ്പ ഞാൻ ഇത് പഠിച്ചോട്ടെ. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്നറിയോ? മോനെ ജിനു, നീ മാത്സിന് തോറ്റാലും SLC മെയിൻ എക്സാം ആണ്, മാത്സിന് തോറ്റാലും അപ്പന് കുഴപ്പമില്ല, പള്ളി പോകണം. പള്ളി പോയിട്ടുള്ള പഠിത്തന്റെ മോനെ മതി. അതിന് ഗുണം എന്ന് പറയോ? ഇങ്ങനെ ഇട്ടുടുപ്പോ. നിങ്ങൾ ചിന്തിച്ചോക്കെ, നമ്മുടെ മക്കളെ നമ്മൾ പറയാതെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മക്കളെ പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് ആരെക്കാളും ദൈവത്തെ അറിയുന്നതിനേക്കാളും. ഈ മക്കൾ വളർന്നു വരുമ്പോ നാളെ അവര് പഠിത്തത്തെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കോ? അവര് പണത്തെ സ്നേഹിക്കും, മൂല്യങ്ങളെ സ്നേഹിക്കോ? ഇല്ല. അവസാനം അവര് അവരുടെ അധികാരത്തെ സ്നേഹിക്കും, ആവശ്യങ്ങളെ സ്നേഹിക്കും. അവർ അപ്പനമ്മയെ സ്നേഹിക്കോ? ഇല്ല. എടവേ, പിള്ളേരുടെ മനസ്സിൽ ദൈവം ഉണ്ടെങ്കിൽ അപ്പനോടും അമ്മയോടൊക്കെ സ്നേഹം തോന്നുള്ളൂ. നമ്മൾ പറയാതെ പഠിപ്പിക്കുക മക്കളെ. പഠനമാണ് ഇമ്പോർട്ടൻസ്, പണമാണ് ഇമ്പോർട്ടൻസ്, നിന്റെ തിരക്കാണ് ഇമ്പോർട്ടൻസ്, ദൈവമല്ല ഇമ്പോർട്ടൻസ്. പിന്നെ എങ്ങനെ ദൈവത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും? ഞാൻ പറയുമ്പോ കൊള്ളണ്ടോ? കൊള്ളാൻ വേണ്ടി പറയണം. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഞാൻ കാര്യമായിട്ട് നിങ്ങളോട് പറയാ, ഇന്ന് പല ഇടവകളിലും കുടുംബ നവീകരണ ധ്യാനത്തിന് ഞാൻ പോകുന്നുണ്ട്. ഞാൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുസ്തകം അറിയാത്തതിന്റെ പ്രശ്നമല്ല, ഇത് നമുക്ക് അറിയാം. പക്ഷേ ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കാണിക്കുന്ന മടിയാണ് നമ്മുടെ പ്രശ്നം. ആ മടിയുടെ ഏറ്റവും വലിയ പ്രധാന കാരണം അറിയോ? ദൈവാശ്രയ ബോധം എന്റെ കുടുംബത്തിൽ ഇല്ല. പണ്ടത്തെ കാരണന്മാരെ ചിന്തിച്ചോക്കെ, ഈ പിള്ളേരുടെ ചോദിച്ചോക്കെ, മക്കളെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ പ്രാർത്ഥിച്ചു പോകുന്ന മക്കൾ എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കോ? എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ എന്നതാ പ്രാർത്ഥിക്കണേ? എന്നതാ സ്കൂളിൽ പോകുമ്പോ പ്രാർത്ഥിക്കണേ? അത് പറഞ്ഞാൽ ആ ഈശോയുടെ മുമ്പിൽ നിൽക്കാം കേട്ടോ. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിക്ക്, ഞങ്ങൾ കേക്കട്ടെ. നീ വന്നടാ, നീ പ്രാർത്ഥിച്ചു പോകുന്ന കൊച്ചല്ലേ? ഇവിടെ വാടാ, ഇവിടെ വാടാ. ആ കൈവക്കിയതാ പ്രാർത്ഥിച്ചു പോകുന്ന മകനാണേ. കൈ അറിയാണ്ട് പൊങ്ങിയോ? കൈ അറിയാണ്ട് പോകണവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. ഇവരൊക്കെ റോബോട്ട് എങ്ങനെയാണോ? നീ പ്രാർത്ഥിച്ചു പോകുന്നവരല്ലേ? പെൺകുട്ടികൾ ആരും പ്രാർത്ഥിച്ചു പോകുന്നവരില്ലേ? പ്രാർത്ഥിച്ചു പോകുന്നവരാണോ? നീ പ്രാർത്ഥിക്കും. നീ എന്താ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥിച്ചേ. പരീക്ഷ മാറ്റി തന്നെയാണോ? എളുപ്പമാക്കി തന്നെയാണ്.
മോള് വന്നേ. എന്താ ഈശോയുടെ മുമ്പിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് പോണേ? പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊന്നും വെളിവില്ലേ? പോട്ടെ, അവർക്ക് വെളിവ് കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കാം, നല്ല കാര്യം. ഇനി അധ്യാപകർക്ക് വെളിവുണ്ടായാൽ മതിയോ? നിനക്ക് വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഏതെങ്കിലും കാല കൊച്ചങ്ങള് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വന്ന കൊച്ചങ്ങള് പറ്റണത്തിന് മോളുണ്ടാ? പാട്ടുകാരി കൊച്ചു വാ, വാ മോള് കൊടുക്കുന്നു. ഓടിവാ ഓടിവാ, വാ വാ ഓടിവാ, സമയമില്ല. സുന്ദരിയാണല്ലോ. എന്താ പ്രാർത്ഥിച്ചു പോവാറ്? പിന്നെ പഠിക്കാനുള്ള പിന്നെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്ന് ചിന്തിക്കുക. എന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ വരാ, ഈശോയുടെ മുമ്പിലാന്ന് ചിന്തിക്കുക. ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകണം. ബാഗ് ഉണ്ട് കയ്യില്, കേട്ടോ? ബാഗ് ഉണ്ട് കയ്യില്. ഓക്കെ, ഇനി പ്രാർത്ഥിച്ചേ. വളരെ നല്ല കാര്യം കൊടുത്തേ. ഞാൻ എന്താ പറയുന്നറിയോ? ഞാനൊക്കെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ അപ്പം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ഇതുപോലെ തന്നെ എന്റെ അപ്പം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യം അത്. ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ അറിയോ, അപ്പനമ്മ പറയും പ്രാർത്ഥിച്ചിട്ട് പോടാ. പ്രാർത്ഥിക്കാൻ പോയിരുന്നു, പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നറിയോ ഇന്നും എന്റെ മനസ്സിലുണ്ട്. കൈകൂപ്പി പിടിക്കും, സ്വർഗസ്വനപിതാവ് ചെല്ലും. സ്വർഗസ്വനപിതാവ് ചെല്ലിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനീയ സർവ്വനന്മ സ്വർഗനായ തമ്പുരാനെ, ഞങ്ങളിത് പഠിക്കാൻ പോകുന്ന വഴികളൊക്കെ കാത്തുകൊള്ളണേ, നന്നായിട്ട് പഠിക്കാനുള്ള ഓർമ്മശക്തി നൽകണേ, ടീച്ചർമാര് പറയുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകണേ, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും ഈശോപ്പ കൂടെ ഉണ്ടാകണേ. ആമേൻ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോവാറ്. ഇന്നും എന്റെ മനസ്സിലുള്ള പ്രാർത്ഥന എന്റെ അപ്പം പഠിപ്പിച്ച പ്രാർത്ഥനയാ. എല്ലാ ദിവസവും തുടങ്ങുമ്പോ അപ്പം പറയും, കിടന്നിട്ട് എഴുന്നേക്കുമ്പോ അപ്പം പറയും കുരിശ് വെച്ചിട്ട് എഴുന്നേക്കാവൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അപ്പം പറയും. ഇന്നും എന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അമ്മ പറയും, എടാ പ്രാർത്ഥിച്ചിട്ട് പോ, പ്രാർത്ഥിച്ചിട്ട് പോ. ഞാൻ എന്തിനെന്ന് പറഞ്ഞോ, എന്റെ മക്കളെ ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുത്തു നോക്കേ. നിങ്ങൾ ഇത്രയും വിളിയിട്ടില്ല. അവള് സന്തോഷത്തോടെ വന്ന് ആ പ്രാർത്ഥന ചൊല്ലിട്ട് പോയില്ലേ. ആ കൊച്ചിന്റെ അപ്പനമ്മയുണ്ട് ഇവിടെ. ആ കൊച്ചിന്റെ അപ്പനമ്മയും അപ്പനമ്മയുണ്ടോ? അമ്മയുണ്ട്. അവർക്ക് നല്ല കൈ കൊടുത്തേ. എടാ അപ്പ നീയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. അമ്മയാന്നോ? അമ്മയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തേ. ദാറ്റ്സ് ഗുഡ്. അതായിരിക്കും ഒരു അപ്പനമ്മയെ. അതാണ് നല്ല അപ്പന്മാര്, നല്ലൊരു അപ്പനും നല്ലൊരു അമ്മയും. മക്കള് പോകുമ്പോ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പഠിപ്പിച്ച മക്കള് കേട്ടോ. ഇതുപോലൊക്കെ മക്കളുണ്ടെങ്കിൽ അപ്പനമ്മ അംഗീകരിക്കപ്പെടും. പ്രത്യേക അഭിനന്ദനങ്ങൾ അപ്പനമ്മയ്ക്കും കേട്ടോ. ഇരുന്നോ. താങ്ക് യു. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ, നിന്റെ വീട്ടിൽ നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്ക്. നിന്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, മക്കളെ കുറിച്ചുള്ള ആകുലതകൾ മാറും, നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടാവും. വല്ലവരും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും കുടുംബത്തിലെ കുറ്റം പറയരുത്. ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? ആരുടെ കുറ്റം പറയരുത്? ഭാര്യയുടെ. ഭാര്യ ആരുടെ കുറ്റം പറയരുത്? ആരുടെ കുറ്റം പറയരുത്? ഭർത്താവിന്റെ. നിങ്ങൾ കുറ്റം പറയുന്നവരാണോ? ലേശോ പറയോ? നിങ്ങൾ കുറ്റം പറയോ? കഴിഞ്ഞ ദിവസം ഞാൻ വീട് വെച്ചിരിക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ കേറിയിരിക്കും. ഓ എടി അച്ഛന് ചായ കൊടുക്കടി. ഓ അച്ഛന് സ്നാക്സ് കൊടുക്കടി. ഓ ഇതൊക്കെ വന്നോണ്ടിരിക്കാട്ടോ.
ചായ കുടിക്കുന്നു, സ്നാക്സ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മോട്ടോർ നിറഞ്ഞ് വെള്ളം പോവാ. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മോട്ടോർ ഓഫ് ആക്കി ഇപ്പൊ കേട്ടോ. ഈ പുള്ളി പുറത്തേക്ക് പോയ വഴിക്ക് ഈ ചേച്ചിയെ വന്നിട്ട് അറിയാം, അച്ഛാ ആ പോയ കാലമാടനുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഇത്ര നേരം ചേട്ടാ ചേട്ടാ നല്ല വിളിച്ചോണ്ടിരുന്നത്, ഒറ്റയടിക്ക് കാലമാടനായോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഭർത്താക്കന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നവരാരാ? കുറിഞ്ഞിലില്ല. ആഫ്രിക്കയിലെ ഒരു പള്ളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങള് ബൈബിള് വായിക്കുമ്പോ ഏറ്റവും നല്ലൊരു ഭർത്താവും ഭാര്യയുണ്ട് ബൈബിളില്. ആരൊക്കെയാ? ഔസപിതാവും മാതാവും. ഈ ഔസപിതാവിന് വേണമെങ്കിൽ മാതാവിനെ കുറ്റം പറയായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ മനുഷ്യൻ? ബൈബിളിൽ ഒരു വാക്ക് മനുഷ്യൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാ പുള്ളി മിണ്ടാതിരുന്നേ. നിങ്ങൾ ചിന്തിച്ചോക്കെ, പണ്ട് പരിശുദ്ധാത്മാവ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ നമുക്കപ്പോ വിശ്വസിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എടിയേ പരിശുദ്ധാത്മാവ് ആണോടി തന്നെ? ചോദിച്ചാ ഇല്ല. ഒരക്ഷരം മിണ്ടിയിട്ടില്ലേ മനുഷ്യൻ. നമ്മളായിരുന്നെങ്കില ചേട്ടനാണ് ചോദിക്കായിരുന്നോ? ഞാനാണെങ്കിൽ ചോദിക്കൂ, എടിയേ പരിശുദ്ധാത്മാവൊക്കെ എങ്ങനെ തരാനാ? ഞാനാണെങ്കിൽ ചോദിച്ചിരിക്കും, എടാ നീയാണെങ്കിൽ ചോദിക്കോ? എന്റെ മനുഷ്യനാടാ, കണ്ണിച്ചവരോടൊക്കെ പെരുമാറ്. നമ്മളാണെങ്കിൽ ചോദിച്ചിരിക്കും, പക്ഷെ ആ മനുഷ്യൻ ചോദിച്ചില്ല. ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയില്ല മാതാവിനെ. ഇനി മാതാവിനാണെങ്കിൽ അവസരപ്പിനാലും കുറ്റം പറയായിരുന്നു അല്ലേ? ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് ആശുപത്രി ബുക്ക് ചെയ്യുന്ന കാലഘട്ട. വയറൊന്ന് കണ്ടാതി അപ്പോഴേക്ക് ഹോസ്പിറ്റൽ ബുക്ക് ചെയ്യും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. അന്ന് ഓർത്തോക്കെ, സ്വന്തം ഭാര്യ പ്രസവിക്കാൻ കിടന്നപ്പോ ഒരു കാലിത്തോഴത്തെ കാണിച്ചു കൊടുക്കണേ. ആ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വേണമെങ്കിൽ മറിയത്തിന് കുറ്റം പറയായിരുന്നു. പറഞ്ഞോ ഇല്ല, മിണ്ടിയില്ല. ആ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കുറ്റം പറയാതെ ജീവിച്ച നിങ്ങളോ എടാ, നിനക്ക് കുറ്റം പറയുന്നത് ഇഷ്ടമാണോ? നിന്നെ കുറ്റം പറയുന്നത് ഇഷ്ടമാണോ? നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ? എന്നെ കേൾക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അത്രയും ചോദിച്ചോളൂ. എടാ, നിന്നെ കുറിച്ച് ഞാൻ രണ്ട് കുറ്റം പറയാം, നിനക്ക് എന്നെ ഇഷ്ടപ്പെടും? എടാ അതല്ല, കുറ്റം പറയാൻ നിനക്ക് ഇഷ്ടപ്പെടോ? അച്ഛനായതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലടാ, അച്ഛനല്ല, കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടോ? ഇഷ്ടപ്പെടില്ലേ? നീ കുറ്റം പറയാറുണ്ടോ? പറയാറില്ല. എഴുന്നേറ്റോ. കുറ്റം പറയാത്ത ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന. ഒന്ന് തൊട്ട് കുത്തിയാക്കാന്ന് വിചാരിച്ചാ ഇനി ഇരുന്നോ? നല്ല പൈതലാട്ടോ, ഞാൻ തമാശ അടിച്ചെന്നുള്ളൂ. പക്ഷെ അവൻ പറയാണ് അവൻ കുറ്റം പറയുന്നില്ല എന്നുണ്ടാ, അതിനും മാത്രം കഴിവ് അവനുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വാട്ട്സ് യുവർ നെയിം? ഇലിയാസ്. സൂപ്പർ ഇലിയാസ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കുറ്റം പറയുന്നവരാണോ നിങ്ങള്? എടാ, നിനക്ക് കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? നീ കുറ്റം പറയാറുണ്ടോ? കുറിഞ്ഞിൽ ഒരാള് കുറ്റം പറയില്ല. മോളെ, കുറ്റം പറയുന്നത് ഇഷ്ടമാണോ? മോള് കുറ്റം പറയാറുണ്ടോ? അവിടെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. മോളെ, കുറ്റം പറയുന്നത് ഇഷ്ടമാണോ? മോള് കുറ്റം പറയാറുണ്ടോ? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പിന്നെ നമ്മൾ എന്തിനാ ചെയ്യണേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? ബേസിൽ അടക്കം പറഞ്ഞു. അവൻ കുറ്റം പറയാത്തവനാ, പക്ഷെ ബേസിൽ അടക്കം പറഞ്ഞു. സോറി ഏലിയാസ്, നിനക്ക് പ്രാർത്ഥനയൊന്നും കിട്ടാത്തുള്ളൂ. ഏലിയാസ് കുറ്റം പറയാത്ത ആളാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, കുറ്റം പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നമ്മൾ കുറ്റം പറയണേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാളെ കുറ്റം പറഞ്ഞ് നേരെയാക്കാൻ പറ്റുമെന്ന്? പറ്റോ? ഇല്ല. ഒരിക്കലും ഒരാളെ കുറ്റം പറഞ്ഞ് നേരെയാക്കാൻ പറ്റില്ല. നല്ലത് പറഞ്ഞേ മനുഷ്യന് നന്നാവൂ. നിങ്ങൾ നല്ലത് പറഞ്ഞു നോക്കിയേ, മനുഷ്യന് നന്നാവൂ. കുറ്റം പറഞ്ഞ മനുഷ്യരെ അകറ്റിയെടുത്ത് നിങ്ങളെ. നല്ലത് പറഞ്ഞ മനുഷ്യനെ നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ട് കുറ്റം പറയാതെ ജീവിക്കണം കുടുംബത്തില്. ഭർത്താവിന് കുറ്റം, എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടോ? ഉണ്ടോ? ഇവിടെ നോക്കുമ്പോ അപ്പുറത്തെ വീട്ടില് ജോസേട്ട സൂപ്പറാ,
പക്ഷെ അപ്പുറത്തെ വീട്ടിലെ ജോസേന്റെ ഭാര്യ മേഴ്സിക്കുട്ടി പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ വർഗീസ സൂപ്പർ. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയാ, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചയാ. നിങ്ങൾ ചിന്തിച്ചോളാം, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള കുറവുകള്. അതുകൊണ്ട് കുറവുകൾ പറയാനും നന്മകൾ പറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഒരു ഗുണമില്ലാത്തവരുമാരാ ആണോ? ആണോ? അല്ല. അതുകൊണ്ട് നന്മ പറ. അതുകൊണ്ട് കുറ്റം പറയാതിരിക്കാൻ 4 വേർഡ് ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഇനി കുറഞ്ഞില് 4 വേർഡുകളാ സംസാരിക്കാം. ഓക്കെ, പഠിപ്പിച്ചോ? ഇത് പ്രാക്ടിക്കൽ കാര്യമാണ് കേട്ടോ. ഈ കൺവെൻഷനില് ഒരു പ്രാക്ടിക്കൽ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നാളെ തൊട്ട് കുറിഞ്ഞില് ഈ 4 വേർഡുകളാ സംസാരിക്കാവോ. ഒന്നാമത്തെ വേർഡ് എന്റെ മോത്തിക്കോക്ക്, എന്റെ മോത്തിക്കോക്ക്. ഇങ്ങനെ പറയണം. എന്റെ എല്ലാവരും നോക്കിയിട്ട് എന്താ അറിയോ? എന്റെ മോത്തിക്ക് വാവ് എന്ന് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. എന്റെ മോത്തിക്കൊക്കെ എന്റെ മോത്തിന്റെ ഇത് നോക്കണം. ഇങ്ങനെ പറയണം, വാവ് വാവ്. നിങ്ങൾ പറയുന്നത് ആവും, അത് ഗ്യാസാ, അതല്ലാതെ വാവ് ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ വാവ്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ സൂപ്പർ കേട്ടോ. ഞെട്ടണം കേട്ടോ. ആ മുടി വിചാരിച്ചിരിക്കാവുക. ആ ഓക്കെ, തിരിഞ്ഞേ അത് കാണട്ടെ എന്ന് പറഞ്ഞേ. വാവ്. പുലിയാ പുലി. ആ നല്ല അഭിനന്ദനങ്ങൾ കേട്ടോ. അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞേ. നാളെ തൊട്ട് വാവ് പറയണം. നാളെ രാവിലെ ചായ കൊടുക്കുന്ന ഭാര്യ വരുമ്പോ പറയണം വാവ്. വട്ടച്ചായ, വട്ടച്ചായ അല്ല, വട്ടച്ചായ. നിങ്ങളുടെ വീട്ടിൽ വാവ് പറയണം. ഇത്രയും നാളെന്ന് പറഞ്ഞേ എന്തൊട്ട് ചായ അടി, ഒരു മധുരമില്ലല്ലോടി. പക്ഷെ ആ ചായ വാങ്ങിക്കുമ്പോ തന്നെ പറഞ്ഞേ വാവ് വട്ടച്ചായ. കറിയൊക്കെ അരപ്പ് വരം നക്കിയിട്ട് പറയരുത് ഉപ്പില്ല മുളകില്ല എന്ന്. എന്നിട്ട് പറഞ്ഞതറിയോ? അരപ്പ് നക്കിയിട്ട് വരണം വാവ് വട്ടക്കറി. മേരിക്കുട്ടിയായി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മാങ്ങക്കറി എന്റെ പൊന്നു മേരിയായി. ഒന്ന് പറഞ്ഞു നോക്കേ, നമ്മുടെ കുടുംബം സന്തോഷിക്കും കേട്ടോ. ഭർത്താവ് ചിലപ്പോ ചുമന്ന ഷർട്ട് നീല പാൻറിട്ട് വന്നേക്കും. കണ്ട ശരിക്കും ചവളിക്കടക്കാരനെ പോലെ ഉണ്ടാവും. വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടടി, എടുത്ത വഴിക്ക് പറയരുത് പൊട്ടനെ പോലെ ഇരിക്കണേന്ന്. എന്നിട്ടാ പറയണ്ടേ വാവ് കേട്ടോ. ജന്മത്തെ അകം തുടയ്ക്കാത്ത ഭാര്യ ഇച്ചിരി കറ വീണ് തുടയ്ക്കണ കാണുമ്പോ നിങ്ങൾ എന്ത് പറയണം പുരുഷന്മാരെ? വാവ്. ഇടയ്ക്കിടയ്ക്ക് വാവ് പറയണം. വീട്ടിൽ വാവ് പറയണം. നാളെ തൊട്ട് കുറിഞ്ഞില് ചായക്കടയിലൊക്കെ എന്തായിരിക്കും? ചായക്കടക്കാരൻ ചായ ഇരുന്നോ വാവ് വാട്ട ചായ. ചായക്കടക്കാരൻ ഞാൻ എന്തിനാ പറഞ്ഞതറിയോ? നിങ്ങൾ നല്ലത് പറ, നല്ലത് പറ. എന്റെ ഇടവകളിൽ അന്നക്കുട്ടിയുണ്ട്. അന്നക്കുട്ടി ഒരു വിധവയാ. മക്കള് ഉണ്ട്. ഒരാൾ വിദേശത്താ, ഒരാൾ മരിച്ചുപോയി. ഒരു അന്നക്കുട്ടിയുണ്ട്. എല്ലാ ദിവസവും പള്ളി വരും. പ്രായമായി, വിധവയാ. വേരിക്കോസുമൈന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ പള്ളി വരും. എന്തിനാന്നറിയോ? ആദ്യമായിട്ട് എന്റെ പള്ളി വന്നിപ്പോ ഞാൻ ഒരു അന്നക്കുട്ടിയുടെ സാരി എടുത്ത് തന്നെ കാണാൻ വന്നു. ആദ്യമായിട്ട് വന്ന അച്ഛനല്ലേ, ഒന്ന് കണ്ടേക്കാം. വന്നപ്പോ ഞാൻ പറഞ്ഞു അന്നക്കുട്ടിയെ വാട്ട് എ സാരി വാവ്. എല്ലാ ദിവസവും അന്നക്കുട്ടി വരും. അന്നക്കുട്ടി കുർബാന കഴിഞ്ഞിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ദൂരെയാണെങ്കിൽ പറയും. പക്ഷെ അന്നക്കുട്ടിയോട് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അന്നക്കുട്ടി എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ജുനജ, അച്ഛൻ പോയാ എന്റെ പള്ളിപ്പോലും നിൽക്കും. കാരണം എന്നോട് സംസാരിക്കാൻ ആരില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു വാവ് കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എന്റെ പള്ളിയില്. ഒരു വാക്കൊണ്ടൊക്കെ മനുഷ്യര് ജീവിക്കും. നിങ്ങൾ നല്ലത് പറഞ്ഞു നോക്കേ. എടവേ രാവിലെ തന്നെ നിങ്ങൾ ചായ ഇട്ട് തരുമ്പോ നല്ലൊരു വർത്താനം പറഞ്ഞു നോക്കേ. അതുങ്ങളുടെ ജീവിതം സുന്ദരാവും. അതെങ്ങനെയാ? അരപ്പ് വരെ നാക്കിയിട്ട് പറയും ഉപ്പില്ല, മുളകില്ല, ടേസ്റ്റ് ഇല്ല, മുടിയ, നിന്റെ അപ്പന്റെ വകയാണോടി, നിന്നെ എന്തുട്ടാടി. ഈ വർത്തമാനം നിർത്തിയിട്ട് നല്ലത് പറയാൻ പാടില്ലേ? എടിയായി ഇതൊക്കെ അറിയണ്ടല്ലോ. ഓ എന്റെ എന്നിട്ടൊന്ന് മതി. ജീവിത പങ്കാളിയോട് മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ വേട്, രണ്ടാമത്തെ വേട് പിടിച്ചോ. കൈ പിടിച്ചേ, പിടിക്ക്, കൈ പിടിക്ക്. പുരുഷന്മാർക്ക് കൈയില്ലേ? നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പിടിക്കണ്ടേ. ഒന്ന് പറഞ്ഞേ.
പ്രാക്ടീസ് അച്ഛനൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ടതാ. ഒന്ന് പറഞ്ഞേ ഗുഡ്, ഒന്ന് പറഞ്ഞേ ഗുഡ്, ഒന്ന് പറഞ്ഞേ. വീട്ടിലിടയ്ക്കിടയ്ക്ക് ഗുഡ് പറയണം. അത് ഭർത്താവിനോട് പറയണം, ഭാര്യയോട് പറയണം. എന്തെങ്കിലും ചെയ്യുമ്പോ ഗുഡ്. ഞാൻ എന്റെ ഇടവക ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദ ഗുഡ്. ഗുഡ്. മനുവേ ഗുഡ്. ഓ സൂപ്പർ, ഇത്ര മതിയില്ലേ. നമ്മൾ നല്ലത് പറയും, നമ്മുടെ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കും. മൂന്നാമത്തെ വേട് കൈ ഇങ്ങനെ പിടിച്ചേ സൂപ്പർ എന്ന് പറഞ്ഞേ. സൂപ്പർ. മിണ്ടണ്ട, കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. കാണിച്ചേ കാണിച്ചേ. ഞാൻ നാളത്തെ അവസ്ഥ ഓർക്കാൻ കൊടുക്കില്ല. എന്ത് വന്നാലും അച്ഛനോട് വരാ കേട്ടോ. അതുകൊണ്ട് നാളെ തൊട്ട് 3 പേരെ പഠിപ്പിച്ചോളൂ. ഒന്നാമത്തെ പേര്, രണ്ടാമത്തെ പേര്, മൂന്നാമത്തെ പേര്. സൂപ്പർ. നിങ്ങൾ ഓർത്തേക്ക് നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ പഠിപ്പിക്കാനിരിക്കുന്നത് എങ്ങനെയാ? എടാ മണ്ട പൊട്ട പഠിക്കട. എന്റെ പെങ്ങളെ എന്റെ കൊച്ചിനെ പഠിപ്പിക്കാതിരിക്കുന്നത് ഞാൻ കണ്ട. അവളുടെ കൊച്ചിനെ മുത്തവൻ എഴുതൻ അവൻ ICSE സിലബസ് പഠിക്കണേ. അവനെ പഠിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെ അറിയോ? ക്ലാസ്സിൽ 5ാം സ്ഥാനം ടൈം മുതല് അവനെ പഠിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? എടാ മണ്ട പഠിക്കട ബോധമില്ലാത്തവനെ, നിന്റെ തലയിൽ എന്തുട്ടാണ്? എഴുതടാ നോക്കി പഠിക്കട മണ്ട. ഈ ചക്കനാണ് ഈ പുസ്തകം ചെന്നിട്ട് അമ്മ പഠിപ്പിക്കുന്നത്. ഇവൾ ഒരിക്കലും വിദേശത്ത് പോയി എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി ഇവനെ. എന്റെ അമ്മയാണെങ്കിൽ 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ഇംഗ്ലീഷ് ഏതാ മലയാളം ഏതെന്ന് പറയാൻ എന്റെ അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്ത അമ്മയാ. ഈ ചെക്കൻ അമ്മ പെങ്ങളുടെ അടുത്ത് ചെല്ലണ പോലെ എന്റെ അമ്മയുടെ അടുത്ത് എന്തേക്കാ അമ്മമ്മ പഠിപ്പിക്ക്. എന്റെ അമ്മ പുസ്തകം നോക്കിയിട്ട് ബോധക്കേടുണ്ടായിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, മോനെ ചീനു എനിക്കൊന്നും മനസ്സിലാവണില്ലടാ. ഞാൻ പറഞ്ഞു മോനെ ട്യൂഷൻ എവിടെയെങ്കിലും അന്വേഷിച്ചു നോക്കിയേ. ഞാൻ ട്യൂഷൻ അന്വേഷിച്ചപ്പോ ഈ കൊച്ചിന് ആരും ട്യൂഷൻ എടുക്കാനാ? ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അവസാനം അമ്മ വിളിച്ചു, മോനെ ഞാൻ എന്ത് ചെയ്യാനടാ? അവന് ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അവൻ വന്നിട്ട് പറയാ പഠിപ്പിക്കാം മാമ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 2 പേര് അവനെ നോക്കിയിട്ട് എപ്പോഴും പറഞ്ഞാൽ മതി, അവൻ പഠിച്ചോളും, അവൻ വന്ന് എഴുതിക്കോളും. 2 പേര് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ പേര് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, വാവ്. രണ്ടാമത്തെ പേര് പറഞ്ഞു കൊടുത്തു, സൂപ്പർ. എന്റെ അമ്മയാണെങ്കിൽ എന്നെക്കാളും അമ്മയും സൂപ്പറാണ്. എക്സ്പ്രഷൻ ക്യൂന എന്റെ അമ്മ. ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോ ഈ ചക്കരുന്ന് പഠിക്കുക അമ്മയുടെ അടുത്തിരുന്ന്. ഇവന്റെ അടുത്ത് ഇവൻ നോട്ട് എഴുതിയിട്ട് അമ്മേനെ ഇങ്ങനെ കാണിക്കും. സ്കൂളിൽ മുന്നേ നോട്ട് ഇങ്ങനെ എഴുതിയിട്ട് അമ്മേനെ കാണിക്കും. അമ്മ അവനെ നോക്കിയിട്ട് പറയാ വാവ്. അപ്പൊ ഇവനെ അമ്മയുടെ രണ്ടാമത് അമ്മ എഴുതി കഴിയുമ്പോ സൂപ്പർ. ഇന്ന് അവൻ ക്ലാസ്സിൽ 1ാം സ്ഥാന. എന്റെ പെങ്ങള് പഠിപ്പിച്ചോണ്ടിരുന്നത് 5ാം സ്ഥാന. അവള് പഠിപ്പിച്ചത് മണ്ട പൊട്ട പഠിക്കണമെന്ന. എന്റെ അമ്മ പറയുന്നത് സൂപ്പർ, വാവ്. നല്ലത് പറഞ്ഞ നമ്മുടെ മക്കള് പോലും നന്നാവും. അവസാനത്തെ വീട് താങ്ക് യു എന്ന് പറഞ്ഞേ. താങ്ക് യു അത് പറഞ്ഞു പഠിപ്പിക്കണം വീട്ടില്. എന്റെ ഇടവകയിൽ ഒരു ചക്കനുണ്ട്, എന്തു പറഞ്ഞാലും താങ്ക്സ് പറയും. ഇത് ഭയങ്കര ഇഷ്ടമല്ലേ. താങ്ക്സ് അച്ഛാ. നമ്മുടെ പിള്ളേരെ താങ്ക് യു പറഞ്ഞ് പഠിപ്പിക്കണം. 4 വേടുകൾ പഠിപ്പിച്ചു കുടുംബത്തിൽ ഉപയോഗിക്കാൻ. ഏതൊക്കെയാ? വാവ്, ഗുഡ്, സൂപ്പർ, താങ്ക് യു. നാളെ ഏതായാലും ഭർത്താവ് കുടിച്ചിട്ട് 4 കാല് വീട്ടിൽ വന്ന എന്ത് പറയണം? വാവ്. ആ കേട്ട വഴി പുള്ളി ആ കൈയെടുത്ത് ഒരു തല്ലം തല്ലും. അപ്പൊ എന്ത് പറയണം? ഗുഡ്. ഇത് കേട്ട വഴിക്ക് പുള്ളിക്ക് ദേഷ്യം കൂടിയിട്ട് മുട്ടുകാലം കൊണ്ട് ഒരു കയറ്റി തരും. അപ്പൊ എന്ത് പറയണം? സൂപ്പർ. ഇനി ഒന്നും വരാണ്ട് പുള്ളി അങ്ങനെ തള്ളിയിടും. അപ്പൊ എന്ത് പറയണം? താങ്ക് യു. ഇതാണ് ക്രിസ്തീയത കേട്ടോ. അപ്പൊ നാളെ തൊട്ട് നിങ്ങളുടെ വീട്ടിലെ കുറ്റം പറയാതെ 7 വേടുകൾ ഉപയോഗിക്കണം. വാവ്, സൂപ്പർ, ഗുഡ്, താങ്ക് യു. പറഞ്ഞടാ. വാവ്, സൂപ്പർ, ഗുഡ്, താങ്ക് യു. ഭാഗ്യം. ഭാര്യയോട് പറഞ്ഞാൽ എവിടെയാണ് ഇതിന്റെ ഭാര്യ? ഏലിയാസിന്റെ ഭാര്യ ഉണ്ട് അവിടെ. പാട്ടുകാരിയാണോ? കൊച്ചങ്ങൾ 2 ഇതിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവിടെ പോയി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണല്ലേ. കൊള്ളാം കേട്ടോ, നല്ല ഭർത്താവ്. കൊള്ളാം. ഞാനെന്താ പറഞ്ഞോ, ഈ വേടുകൾ ഉപയോഗിക്കുക. ഈ ഒരു കാര്യം കൂടി അച്ഛൻ പറയാ. 5 മിനിറ്റ് കൂടി അച്ഛൻ എടുത്തോട്ടെ, പ്രശ്നമില്ല. ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, അറിയോ? ഓക്കെ, താങ്ക് യു. ഞാൻ 2 മിനിറ്റ് എടുക്കാം. ഇനി നിങ്ങൾ ചിന്തിക്കുന്നോ, ഇത് എന്റെ കുടുംബാന്ന് ചിന്തിക്കണം.
നിങ്ങൾ മൂന്നാമതായിട്ട് ചിന്തിക്കുന്നത് എന്റെ കുടുംബാന്ന, എന്റെ ഭർത്താവാന്ന് ചിന്തിക്കണം, എന്റെ ഭാര്യയാന്ന് ചിന്തിക്കണം, എന്റെ മക്കളാന്ന് ചിന്തിക്കണം. എന്റെ വേറെ ആരെങ്കിലും ആണോ? എടാ ഏലിയാസേ, അത് ആരാ? എന്റെ ഭാര്യ. എന്റെ ഭാര്യ. എന്റെ മാത്രം. എന്റെ മാത്രം. വേറെ ആരെങ്കിലും ആണോ? അല്ലല്ല. അല്ലേ? അവളുടെ പേരെന്താ? റിനി. റിനി. മോളെ റിനിനെ വിളിച്ചേ. മോളെ റിനി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മോളേന്ന് വിളിക്കണം ഭാര്യമാരെ, ഇടയ്ക്ക് മോളേന്ന്. നിങ്ങൾ ഭർത്താക്കന്മാരെ ഇടയ്ക്ക് മോളേന്ന് വിളിക്കണം. ഞാൻ ഡൽഹി പോയി ധ്യാനിപ്പിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കിട്ടിയ ഒരു സാധനം അത് ഒരു മോളേന്നുള്ള വർത്താനം. ഞാൻ രണ്ടാമത്തെ ദിവസത്തെ പറഞ്ഞിട്ട് 3 ദിവസത്തെ ധ്യാനായിരുന്നേ, കൺവെൻഷൻ ആയിരുന്നു. 3 ദിവസത്തെ ഫാമിലി കോൺഫറൻസിന് പോയതാ. 3 ദിവസത്തെ ധ്യാനത്തിനിടയില് രണ്ടാമത്തെ ദിവസം പറഞ്ഞു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാരെ മോളേന്ന് വിളിക്കുക. ലിസി ആണെങ്കിൽ ലിസി മോളെ, മേഴ്സി ആണെങ്കിൽ മേഴ്സി മോളെ, ജെസ്സി ആണെങ്കിൽ ജെസ്സി മോളെ, റാണി ആണെങ്കിൽ റാണി മോളെ, മോളി ആണെങ്കിൽ മോളുടെ മോളെ വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് മോളേന്ന് വിളിക്കണം. ഈ മോളേന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടവർക്ക്. നമ്മൾ വിളിക്കുന്നത് മറ്റേ മോളെയാ, 2+ മോളെ, മൈ പ്ലസ് മോളെ. ആ മോളെ അല്ല നമ്മൾ സാധാരണ വിളിക്കുന്ന റാണി മോളെ. ഞാൻ അങ്ങനെ ഈ ഡൽഹിയിൽ നിന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാവരും അന്നത്തെ ദിവസം പോയി രാത്രി റാണി മോളേന്നും ജെസ്സി മോളേന്നും മേഴ്സി മോളേന്നൊക്കെ വിളിച്ചേക്കാ. പിറ്റേ ദിവസം വന്ന് ഈ ചേച്ചിമാരെന്നോട് പറയാ, അച്ഛാ ജീവിതത്തിൽ കൊതിച്ചെന്ന് മോളേന്ന് വിളിയേക്കാൻ. എന്റെ ഭർത്താവ് അത് വിളിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നിയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കളോട് പറയാ, ഇന്ന് പോയിട്ട് മോളേന്ന് വിളിക്കണം. ഏരിയാസ് എന്ന് വിളിക്കും, മറ്റേ മോളെ അല്ല. റിനി മോളെ, റിനി മോളെ. ചേട്ടായിട്ട് വിളിക്കും. ഭാര്യയുടെ പേര് സാലി. വേറെ സാനി, സാനി ഒന്ന് വിളിച്ചേ. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു മോളെ എന്ന് വിളിച്ചാ സ്നേഹം കൊണ്ടല്ലോ, അത് ഭയങ്കര സ്നേഹ. അത് സ്നേഹം കൊണ്ടാണ് പുള്ളി ഇത്രയും വിളിക്കുമ്പോളെ അടുത്ത് നിന്നിട്ട് വിളിക്കട്ടെ. ഭയങ്കര സ്നേഹം കൊണ്ട് കൊടുക്കും. അതുകൊണ്ടല്ലേ ഞാൻ മോളെ വിളിക്കാൻ പറഞ്ഞേ. ഇന്ന് വിളിച്ചേ. എന്ത് കേൾക്കും? അതെ, എന്തൊരു സന്തോഷമാണ് നിങ്ങൾ. നിങ്ങളതിന് ഇത്ര പേര് ചിരിച്ചില്ലേ? നമ്മുടെ വീട്ടില് നമ്മളെ മോളെ വിളിയട്ടാ, നമ്മുടെ മക്കള് സന്തോഷിക്കില്ലേ? ചേട്ടന്റെ പേര് രജി ചേട്ടൻ സാനിമോളേന്ന് വിളിച്ചപ്പോഴേക്കും നമ്മളെല്ലാവരും ചിരിച്ചു സന്തോഷം കൊണ്ട്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കി നിങ്ങളുടെ വീട്ടില്. നിങ്ങളുടെ വീട്ടിൽ എന്തൊരു സന്തോഷമായിരിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സാനി ചേച്ചി പൊക്ക. ഞാൻ കാര്യം പറഞ്ഞതാ, നിങ്ങൾ നല്ലത് പറ, നിങ്ങൾ നല്ലത് പറ, നല്ലോണം വിളിക്ക്. ഈ ഭാര്യമാരിപ്പോ ഭർത്താക്കന്മാരെ വിളിക്കുന്നത്